എല്ലാവർക്കും നമസ്കാരം. മെഡിക്കൽ ത്രില്ലറുകൾ എന്ന് പറയുന്നൊരു വിഭാഗത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ത്രില്ലർ എന്ന് പറയുന്ന ഒരു വലിയൊരു വിഭാഗം തന്നെ എത്ര വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും പൊതുവെ താല്പര്യമുള്ളൊരു വിഷയമാണ്. അതിപ്പോൾ വായിക്കാനാണെങ്കിലും സിനിമയോ സീരീസോ ഒക്കെ കാണാനാണെങ്കിലും എല്ലാം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ മലയാളത്തിൽ അല്ലെങ്കിൽ ഏത് ഭാഷയിലാണെങ്കിലും വായിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിലൊന്ന് ത്രില്ലർ വിഭാഗം തന്നെ ആയിരിക്കും. അപ്പോൾ പലരും പറയാറുണ്ട് ഈ ത്രില്ലറിൽ തന്നെ പല പല ഉപവിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ മിസ്റ്ററി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഉപവിഭാഗങ്ങളെ തിരിച്ച് അറിഞ്ഞുള്ള വായന ഭയങ്കര രസകരമായിരിക്കും. പക്ഷേ നമുക്കത് നിർബന്ധിക്കാൻ പറ്റില്ല ഒരിക്കലും വായനക്കാരോട്. കാരണം എല്ലാവർക്കും ഈ വിഭാഗങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ട് വായിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അതിൽ തന്നെയുള്ള ഒരു ത്രില്ലർ വിഭാഗത്തിലെ ഉപവിഭാഗമാണ് മെഡിക്കൽ ത്രില്ലർ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ പോലെ, ലീഗൽ ത്രില്ലർ പോലെ ഉള്ള ഒരു ഉപവിഭാഗം. അപ്പോൾ ഇന്ന് നമുക്കിവിടെ 3 പേരെ കിട്ടിയിരിക്കുന്നത് 3 ഡോക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജോണറിൽ പുസ്തകം എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ ചിന്തിക്കാൻ സാധ്യതയുള്ള 3 പേര്. ഒരാൾ അനാട്ടമി പ്രൊഫസറാണ്, ഒരാൾ കാർഡിയോളജിസ്റ്റാണ്, ഒരാൾ സർജനാണ്. അപ്പോൾ 3 പേർക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എക്സ്പീരിയൻസുകൾ പങ്കുവയ്ക്കാനുണ്ടാവും എന്ന് എനിക്ക് അറിയാം. ഈ പറയുന്ന പോലെ മനുഷ്യൻ്റെ ഹൃദയവും ശരീരവും ഒക്കെ ഒരു അസുഖം കണ്ടുപിടിക്കാനും അത് പരിഹരിക്കാനും വേണ്ടി കത്ത് കയ്യിലെടുക്കുന്നവരാണ് ഇവർ 3 പേരും. പക്ഷെ ഇവർക്ക് എങ്ങനെയാണ് സത്യത്തിൽ ഒരു മനുഷ്യരെ എന്താ പറയുക, അസുഖങ്ങൾ കണ്ടെത്തുന്ന മനുഷ്യരാണ് അല്ലേ, എന്നിട്ട് അവര് മനുഷ്യരെ കൊല്ലുന്നതിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മനുഷ്യരെ വളരെ ക്രൂരമായി എന്തൊക്കെയോ ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെ ഇവര് എഴുതിയൊക്കെ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇവരെ കൊണ്ട് സാധിക്കുന്നതെന്ന് നമ്മുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ അങ്ങനൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ 3 പേരും പറയേണ്ടിയും വരും. കാരണം നിങ്ങളുടെ 3 പേരുടെ മനസ്സിലിപ്പോൾ നമുക്കറിയണമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കൂടെ 3 പേരുണ്ട്. രജത്, അമൽ പോൾ ഡോക്ടർ നിഖിലേഷ്. അപ്പം നമുക്ക് ആദ്യം ഡോക്ടർ രജത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെ ക്രൂരമായിട്ട് ഈ പറയുന്ന ഒരു ഡോക്ടറായിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നത്? എങ്ങനെയാണ്? ആദ്യം തന്നെ ഒരു ക്രൂരമായ ചോദ്യമായി കേട്ടോ. ക്രൂരതയിൽ നിന്ന് വേണമല്ലോ നമ്മൾ. ഈ ചോദ്യം എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു അടിസ്ഥാനം ഇരിക്കുന്നത് പണ്ട് ഇപ്പം ചില വീട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ നിന്നോട്ടേ ശരിക്കും ഈ ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനം തുടങ്ങുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില വീട്ടിൽ പോകുമ്പോൾ അവിടെ ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞ് സംസാരിക്കും, ആശുപത്രിയിലെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അവിടെ ഏതെങ്കിലും കുട്ടികളൊക്കെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പേടിയോ മടിയോ എന്തെങ്കിലുമൊക്കെ കാണിക്കുകയാണെങ്കിൽ അപ്പോൾ അമ്മമാർ അതുവരെ ഒരു ഇമാജിനറി ക്യാരക്ടറിനെ വല്ലതും കാണിച്ചിട്ട് ബോക്കാച്ചി പിടിക്കും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറയും. നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സന്തോഷമാണ്. നമ്മളെ കാണിച്ച് ഈ ഡോക്ടർ ഇഞ്ചക്ഷൻ കുത്തിവെക്കും, ഇപ്പം കഴിച്ചോണം. അപ്പം അതോടെ കുട്ടി നമ്മളിങ്ങനെ നോട്ടമാണ്. അപ്പോൾ നമ്മളൊരു ഭയങ്കര ക്രൂരൻ്റെ ഒരു ഭാവത്തിലാണ് അവിടെ ഇരിക്കുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ കുട്ടി വളരെ അനുസരണയോടുകൂടി കഴിക്കും. അപ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ ശരിക്കും നമുക്കൊരു ക്രൂരൻ്റെ ഭാവം ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ കഥയുടെ കാര്യത്തിലേക്ക് കുറച്ചുകൂടെ ഗൗരവമായിട്ട് ആ വിഷയത്തിലേക്ക് വന്നാൽ, നമ്മുടെ നോവലിൽ ഒരു ക്രൂരത പറയുന്നത് എന്തായാലും രക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലേ. മനുഷ്യരിലെല്ലാവരിലും നന്മയും തിന്മയും ഉണ്ട്, ഓരോരുത്തരിലും ഉണ്ട്. അതിന് പുറമെ മനുഷ്യരിൽ തന്നെ ഇത് കൂടുതലായിട്ട് നന്മ ഉള്ളവരും കൂടുതൽ തിന്മയുടെ ഭാവങ്ങളുള്ളവരും ഉണ്ട്.
അപ്പം എപ്പോഴും സൃഷ്ടിയും സംഹാരവും മെഡിക്കൽ പ്രാക്ടീസിൻ്റെ ഒരു ഭാഗം എന്ന പോലെ കഥയുടെ ഭാഗവും ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നോവലിൽ ഒരു പൈശാചികമായ കാര്യം നടക്കുന്നു, പക്ഷെ അതിനെപ്പോഴും ഒരു പരിസമാപ്തിയിലെത്തുമ്പോഴേക്കും അതിൽ ഒരു നല്ല രീതിയിൽ ആണ്. നമ്മൾ ബുക്ക് വായിക്കുന്ന ആൾക്ക് ഇങ്ങനൊരു പൈശാചികത ഒരാളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് അത് എങ്ങനെ ഒരു നല്ല ശുഭമായ അവസാനത്തിലേക്ക് എത്തുന്നു എന്ന പ്രതീക്ഷയിലാണ് ഓരോ വായനക്കാരനും ഇത് വായിക്കുന്നത്. അപ്പോൾ എല്ലാ ക്രൂരതയുടെയും അവസാനം ഒരു നന്മയുണ്ട്, നമുക്കത് പോസിറ്റീവ് രീതിയിൽ എന്ത് ചെയ്യും എന്ന ആളുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ അതിനുവേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു കാര്യം എഴുതുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഡോക്ടേഴ്സ് ആകുമ്പോൾ എപ്പോഴും സൃഷ്ടിയും സംഹാരവും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ കാര്യം പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ ഹൃദയം കുറച്ചു നേരം വെടിപ്പ് നിർത്തിയാൽ നമ്മൾ ഇല്ലാതായി. അപ്പോ അവരെ കൊണ്ട് സാധിക്കും നമ്മൾ വേണമെങ്കിൽ നമ്മുടെ ഹൃദയം വെടിപ്പ് നിലനിർത്താനും അതുപോലെ നിലയ്ക്കാനും ഒക്കെ. ഒരു കാർഡിയോളജിസ്റ്റ് ആണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഒരു ഹൃദയം കൈകാര്യം ചെയ്യുന്നതാണ്. നമ്മൾ ഇമോഷണലി വൈകാരികമായി പറയുവാണെങ്കിലും സാങ്കേതികമായി പറയുവാണെങ്കിലും ഹൃദയം എന്ന് പറയുന്നത് നമ്മൾ അത്രയും എന്താ പറയാ, എല്ലാ രീതിയിലും എന്താ പറയാ, ബന്ധങ്ങളിലും ഒക്കെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെ, ഒരു വിഷയത്തെ സാങ്കേതികമായി സമീപിക്കുമ്പോൾ എങ്ങനെയാണ് ഡോക്ടറിന് ഒരു ഇത്തരം വിഷയങ്ങളെ കുറിച്ച്, അതായത് ത്രില്ലർ എന്ന് പറയുന്നൊരു വിഭാഗത്തെ കുറിച്ച് ചിന്തിക്കാൻ സാധിച്ചത് എങ്ങനെയാണ്? താങ്ക്സ് ഫോർ ദ ക്വസ്റ്റ്യൻ. എൻ്റെ അഭിപ്രായത്തിൽ മെഡിക്കൽ പ്രൊഫഷൻ ഒരു ഡിറ്റക്റ്റീവ് ജോബാണ്. എവറി ഡോക്ടർ ഈസ് എ ഡിറ്റക്റ്റീവ്. ഞാൻ സത്യത്തിൽ ഗണിതശാസ്ത്രം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. സത്യത്തിൽ ബയോളജി അത്രയൊന്നും ഇഷ്ടമില്ലാതിരുന്ന ഒരാളാണ്. എന്നെ മലയാളം പഠിപ്പിച്ച എൻ്റെ മലയാളം അധ്യാപകൻ ഇന്ന് ഇവിടെ മുൻനിരയിൽ വന്നിരിപ്പുണ്ട്. അപ്പം അദ്ദേഹത്തെ പോലുള്ള അധ്യാപകർ സാഹിത്യ അഭിരുചി നിലനിർത്തിയെങ്കിലും എൻ്റെ താല്പര്യം എപ്പോഴും ഗണിതശാസ്ത്രത്തിലായിരുന്നു. പക്ഷേ ഷെർലക് ഹോംസ് കഥകളോടുള്ള സ്നേഹം മൂലം, അല്ലെങ്കിൽ അത്തരം ഡിറ്റക്റ്റീവ് കഥകളോടുള്ള സ്നേഹം മൂലം മെഡിക്കൽ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ച ഒരാളാണ് സത്യത്തിൽ. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും നമ്മുടെ മുൻപിൽ ഒരു പ്രശ്നവുമായി വരുന്ന ഒരു വ്യക്തി, ആൻഡ് വി ആർ സ്റ്റാർട്ടിങ് എ ഡിറ്റക്റ്റീവ് ജോബ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം? പലപ്പോഴും നമ്മുടെ അടുത്ത് തലകറക്കവുമായി വരുന്ന ഒരു വ്യക്തിക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു മരുന്ന് വേണം എന്നതായിരിക്കാം അദ്ദേഹത്തിൻ്റെ ആവശ്യം. പക്ഷേ തല കറങ്ങി വീണു എന്ന് പറയുമ്പോൾ തല കറങ്ങിയതിന് ശേഷമാണോ വീണത്, വീണ് ഉണർന്നതിന് ശേഷമാണോ തലകറക്കമുണ്ടായത് മുതലായ ചോദ്യങ്ങൾ ഷെർലക് ഹോംസിനെ പോലെ നമ്മൾ ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മുൻപിലിരിക്കുന്നവർ എന്തിനാണ് ഇദ്ദേഹം ഇതെല്ലാം ചോദിക്കുന്നത് എന്ന് അത്ഭുതപ്പെടുന്നതായിട്ട് തോന്നാറ്. അപ്പം രോഗാവസ്ഥ കണ്ടുപിടിക്കുക, അതിന് പരിഹാരം കാണുക എന്ന ആ ഒരു പ്രക്രിയ അതുതന്നെയാണല്ലോ ഒരു ഡിറ്റക്റ്റീവും ചെയ്യുന്നത്. ഒരു പ്രശ്നത്തെ ശാസ്ത്രീയമായി അഭിമുഖീകരിക്കുക, അതിനെ വിശകലനം ചെയ്യുക, അതിൻ്റെ ഒരു ഉത്തരം കണ്ടെത്തുക. അനാറ്റമി ഡിസെക്ഷൻ ലാബിൽ പോലും മിസ്റ്ററി കണ്ടെത്തിയ ആളാണ് ഡോക്ടർ രജിത്ത്. ഡോക്ടർ നിഖിലേഷ് ഒരു മൈക്രോബയോളജിസ്റ്റാണ്. കോവിഡ് കാലത്തെല്ലാം അവരുടെ ഇൻവെസ്റ്റിഗേറ്റീവ് സ്കിൽസ് നമ്മൾ ഒരുപാട് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ എന്ന പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഞാൻ, സാഹിത്യാഭിരുചി എഴുത്തായി മാറ്റാൻ ശ്രമിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള അത് സ്വാഭാവികമായിട്ടുള്ള ചിന്ത മിസ്റ്ററിയിലേക്കാണ്, ഡിറ്റക്ഷനിലേക്കാണ്. സ്വാഭാവികമായിട്ടും ഒരു മിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ക്രൂരകൃത്യത്തിൽ നിന്നാകാം. അപ്പം ഡോക്ടർ രജിത്ത് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ സന്തോഷകരമായിട്ടുള്ള പരിസമാപ്തി ആ മിസ്റ്ററിയിൽ തുടങ്ങി, ആ മാഡം പറഞ്ഞതുപോലെ ക്രൂരമായിട്ടുള്ള ആ കൃത്യത്തിൽ തുടങ്ങി അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വിശകലനത്തോടിലൂടെയുള്ള ഒരു യാത്ര, ഒടുവിൽ അതിൻ്റെ സത്യം കണ്ടെത്തുന്ന ആ പ്രക്രിയ, അത് ഞാനേറെ ആസ്വദിക്കുന്നതെന്നാണ്. മിസ്റ്ററിയെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും അത് തന്നെയാണ് ഇഷ്ടപ്പെടുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ഡോക്ടർ പറഞ്ഞ സത്യമാണ്. ഓരോ ഡോക്ടേഴ്സും ഓരോ ഡിറ്റക്റ്റീവ് ആണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരു രോഗം കണ്ടെത്താനും
അതിനെക്കുറിച്ച് നമുക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ നമ്മളിൽ നിന്നും മനസ്സിലാക്കി കൂടുതൽ അതിനെക്കുറിച്ച് കണ്ടെത്താനും ഡോക്ടേഴ്സാണ് നമുക്ക് മുന്നിലുള്ളവർ. ഇപ്പോൾ ഡോക്ടർ നിഖിലേഷ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതും ഈ പറയുന്നതെല്ലാം മെഡിക്കൽ പ്രൊഫഷനുമായിട്ടല്ല കണക്റ്റഡ് ഒന്നുമല്ല, പക്ഷേ എവിടേക്കോ ആ ഒരു ഭാഗങ്ങൾ അല്ലെങ്കിൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആസ് എ ഡോക്ടർ എങ്ങനെയാണ് ഇത്തരം ഒരു ഇപ്പം ഇവരോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്, എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനിൽ നിന്നിട്ട് ഇത്തരം ഇപ്പം അവരുടെ ലാസ്റ്റ് പുസ്തകം ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പം ഇതുപോലെയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ആലോചിക്കാൻ പറ്റുന്നത്? മാഡം പറഞ്ഞ പോലെ ശരിക്കും ഒരു 2 വർഷം മുന്നേ നമ്മുടെ ഒരു ക്യാരക്ടർ അയാളുടെ ബോയ് ഫ്രണ്ടിന് കഷായത്തിൽ വിഷം കൊടുത്ത് 6 മാസത്തിന് ശേഷം അല്ലെങ്കിൽ മരിച്ചു അന്ന് നമ്മൾ എഴുതി വെച്ചാൽ ആ പുസ്തകം നിൽക്കത്തില്ല, അതിനെ വായിക്കില്ല. ഇത് വളരെ ഇംപ്ലോസിബിൾ ആയിട്ടുള്ള അൺകൺവിൻസിങ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് ആൾക്കാർ കരുതുള്ളൂ. എനിക്ക് വന്നത് മുന്നേ ലാജോ ജോസിനെ പോലെ എഴുത്തുകാർ പറഞ്ഞിട്ടുണ്ട് ഈ പോയിന്റ്. ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു അക്രമിയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ശത്രുവിനെ ഒന്ന് ഇല്ലായ്മ ചെയ്യണം എന്ന് തോന്നാത്ത ഏതെങ്കിലും മനുഷ്യർ ഈ ലോകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഭാര്യ എന്നോട് വളം വയ്ക്കാൻ വരുമ്പോൾ കൊല്ലണമെന്നല്ല, എന്നാലും എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ഒരു കഥയുടെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ, കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആക്ച്വലി ഫ്രസ്ട്രേഷൻ വെന്റ് ഔട്ട് ചെയ്യാൻ സത്യത്തിൽ ഞാൻ എഴുതി തുടങ്ങി. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളായിരുന്നു. ഞാൻ എഴുതി തുടങ്ങിയത് സാർ നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് വന്നപ്പോഴും അതിന് മുമ്പ് മറ്റ് സാംക്രമിക രോഗങ്ങൾ വന്നപ്പോഴും ഞാൻ പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ചാർജുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ പൈലപ്പ് ചെയ്ത സമയത്ത് ഇത് വെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്ലെറ്റ് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ഞാൻ പുസ്തകം എഴുതി തുടങ്ങിയത്. ഇൻഫാക്ട് അതിന് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത് ശ്രീ പാർവതിയുടെ മിസ്റ്റിക് മൗണ്ടൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇത്ര ഒരു വായിച്ചതെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ബുക്കാണ്. ആ ബുക്ക് വായിച്ചപ്പോഴാണ്, ആ ബുക്കും ഞാൻ എഴുതിയ കഥകൾ തമ്മിൽ ബന്ധമൊന്നുമില്ല, പക്ഷെ അത് എഴുതി വായിച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നത് മലയാളത്തിലൊരു മിസ്റ്ററി ജോണറിന് ഇപ്പൊ പുതുതായിട്ട് സാധ്യത ഉണ്ട് എന്ന് തോന്നിയിട്ടാണ് 2019-18 ആ കാലഘട്ടത്തിൽ ഫസ്റ്റ് ബുക്ക് ഇറങ്ങുന്നത്. അത് ഈ കോവിഡിന്റെ ഒരു സർജിന്റെ സമയത്താണ് ആ പുസ്തകം ഇറങ്ങിയത്. അത് അത്യാവശ്യം വിജയിച്ചുകൊണ്ടാണ് പിന്നീട് അതിനുള്ള എഴുത്ത് കാര്യങ്ങൾ ഉണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങൾ തന്നെ നമ്മളൊരു ഫിക്ഷൻ സംഗതിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് പക്ഷെ നമ്മൾ കുറച്ച് ബിലീവബിൾ ആക്കി എഴുതുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ എലമെന്റ്സ് ഞാൻ സത്യത്തിൽ ബുക്കിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഈ പറയുന്ന പോലെ എല്ലാം ഒന്നും ഒരു സസ്പെൻസ് സീൻ പോലും അല്ലെങ്കിൽ ബോഡി ലാബ് പോലെ ഒരു ഫുൾ ഫ്ലെഡ്ജ് മെഡിക്കൽ ത്രില്ലർ എന്ന് പറയുന്ന പുസ്തകം സത്യത്തിൽ ഇതുവരെ എഴുതിയിട്ടില്ല, പക്ഷെ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു സംഗതിയാണ്. പക്ഷേ ഒരു മെഡിക്കൽ എലമെന്റ് കൊണ്ടുവന്നത് ബിലീവബിൾ ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ ക്രൂരത എല്ലാ മനുഷ്യരിലും ഉണ്ട്. പറഞ്ഞ പോലെ വളരെ ധൈര്യശാലിയായിട്ടുള്ള ഒരു ക്രൂരൻ കൊലപാതകിയും അധികം ധൈര്യമില്ലാത്തൊരു ക്രൂരൻ ഒരു നോവലിസ്റ്റോ തിരക്കഥാകൃത്തോ ആവുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ വിചാരിച്ചു നോവലിസ്റ്റിന് പറഞ്ഞ ഡോക്ടർ എന്ന് പറയുമായിരിക്കുമെന്ന്. നമുക്ക് ഇപ്പോൾ ഡോക്ടർ രജതിൻ്റെ അടുത്ത് വീണ്ടും സംസാരിച്ചാൽ എനിക്ക് തോന്നുന്നു ഇവര് 3 പേരിലും വെച്ചിട്ട് കൂടുതൽ എഴുത്തിൽ മെഡിക്കൽ പ്രൊഫഷനെ കൊണ്ടുവന്ന ഒരാൾ രജതായിരിക്കും. രജതിൻ്റെ പുസ്തകങ്ങളെല്ലാം ഫോറൻസിക് 1-ാം അധ്യായമാണെങ്കിലും ബോഡി ലാബ് ആണെങ്കിലും മറ്റേ സസ്പെൻസ് സീൻ ആണെങ്കിലും ഏറ്റവും പുതിയ പുസ്തകം എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബ്. ഇത് ഫ്രഷാണ്, നമ്മുടെ സ്റ്റോറിലുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബ് ആണെങ്കിൽ പോലും ഇതെല്ലാം ഭയങ്കര രസകരമായ പേരുകളാണ്. എല്ലാം മെഡിക്കൽ പ്രൊഫഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പക്ഷെ ഭയങ്കര രസമുള്ള പേരുകൾ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്തരം പേരുകൾ കണ്ടെത്തുന്നത്? എന്താണ് ഈ ഒരു ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പേരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പേരിടാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു എഴുതുന്നത് പോലെ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള പ്രക്രിയയാണ് ഒരു പുസ്തകത്തിന് പേര് കണ്ടുപിടിക്കുന്നത്, അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും അത് അനുഭവിച്ചിട്ട് ഉള്ളൊരു ഇതാണ്. പലപ്പോഴും എഴുതി തുടങ്ങുമ്പോൾ ഒരിക്കലും പേരിലേക്ക് എത്തുന്നില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് താൽക്കാലികമായിട്ടൊരു ടൈറ്റിൽ കൊടുക്കുകയാണ് പൊതുവിലെ പതിവ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ പലപ്പോഴും പിന്നെയും ചിന്തിച്ച് അവസാനം ആണ് അപ്പോൾ ഒരു ഫിനിഷിങ് ടച്ച് പോലെയാണ് പലപ്പോഴും പേര് വരാറ്. എനിക്ക് തോന്നുന്നത് അപ്പോഴേക്കും ആ കഥയിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും എല്ലാം നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഇഴചേർന്ന് വന്ന്
അവരിലൂടെ ഒരു പേര് എത്തുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവസാനത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പറഞ്ഞ പിന്നെ പേരിടുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം ഒന്ന്, ഒരുപാട് മെഡിക്കൽ പ്രൊഫഷണലുള്ള കഥയാണ്, പക്ഷെ ഒരുപാട് ടെക്നിക്കൽ ആവരുത്. നമുക്ക് വായിക്കുന്ന ഒരാൾക്ക് ആ മേഖലയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. അപ്പം ആ ധാരണയിലേക്ക് ഒന്ന് ഇറങ്ങി വന്ന് ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് അതുവഴി പിന്നെ വായിച്ച് എഴുത്തിലും പടിപടിയായി നമുക്ക് ഓൾറെഡി ഉള്ള ധാരണയും ഒന്ന് ഉയർത്തി എടുക്കണം എന്നൊരു ചിന്ത ഉണ്ടാവാറുണ്ട്. ടൈറ്റിലേക്ക് അങ്ങനെയാണ് എത്താറ്. ഇനി എന്താണ് ഈ ഒരു ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബ് എന്ന് പറയുന്ന പുതിയ പുസ്തകമാണ്, എന്താണ് അതിന്റെ ഒരു? അതെ, ഇപ്പൊ എനിക്ക് പ്രത്യേക ഒരു നന്ദി പറയാനുള്ളത്, ഈ പുസ്തകം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കൈകൊണ്ട് തൊട്ടിട്ടില്ല. അപ്പൊ ഒന്ന് ആദ്യമായിട്ട് ഒരുപാട് നന്ദി. നിഖിലേഷിന്റെ കയ്യിലും പുസ്തകം കാണുന്നുണ്ട്. നിഖിലേഷ്, താങ്ക് യു. റിലീസ്, അപ്പൊ അതൊരു താങ്ക് യു എല്ലാവർക്കും, ഇവിടെ കൂടിയ എല്ലാവർക്കും ഒരു നന്ദി. ഈ ഒരു സന്ദർഭത്തിൽ ഒരുമിച്ച് ഉണ്ടായ നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ ഫ്രൈഡേ ഫോറൻസിക് ക്ലബ് എന്നുള്ള പേരിലേക്ക് വന്നത്, ഒന്ന്, എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് ഒന്നാം ഫോറൻസിക് അധ്യായം എന്നായിരുന്നു. ഞാൻ ഫോറൻസിക് മെഡിസിൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് എന്തുകൊണ്ടോ ആ മേഖലയിലേക്ക് ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ഒരാളാണ്. ഒരു 5-6 മാസം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ജൂനിയറായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ എൻ്റെ ബാക്കി പഠനങ്ങളുമായിട്ട് ഞാൻ ഇതിലേക്ക് ഈ മേഖലയിൽ ഒന്നും വിട്ടുപോയി. എന്നാൽ എൻ്റെ ഒരു താല്പര്യം എപ്പോഴും അതിൽ കിടക്കുന്നതായിരുന്നു. അപ്പോൾ നേരത്തെ നിഖിലേഷ് പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെ ഇരിക്കുന്ന ചില താല്പര്യങ്ങൾ പിന്നെ നമ്മൾ അതിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ആ മേഖലയിലുള്ള താല്പര്യം കൊണ്ടാണ് ആദ്യത്തെ പുസ്തകം എഴുതിയത്. അപ്പോൾ ആ പുസ്തകത്തിലെ നായകനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നേരത്തെ ഈ പറഞ്ഞ പോലെ ആള് ഡോക്ടറാണ്. അത് കഴിഞ്ഞ് ഒരു മേഖലയിൽ ഫോറൻസിക് മെഡിസിൻ ചെയ്ത് ഫോറൻസിക് സർജനായ ഒരാളാണ് ആദ്യത്തെ പുസ്തകത്തിലെ നായകൻ. പക്ഷെ ആ നായകന് ഒരു പരിമിതി പലപ്പോഴും തോന്നുന്നുണ്ട്. നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, അതിൻ്റെ കേസ് കോടതിയിലെത്തുന്നു. അപ്പോൾ എവിടെയൊക്കെയോ അതിനൊരു പൂർണ്ണമായിട്ട് നീതി കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരു ഫീല് ആ നായകനുണ്ടാവുകയാണ്. അത് സത്യം പറഞ്ഞാൽ എഴുതി വന്നപ്പോഴും എനിക്ക് തോന്നിയതാണ്. ആ നായകൻ ആദ്യം ഒരു ഫോറൻസിക് സർജനായിരുന്നു. പക്ഷെ എഴുതി വരുമ്പോൾ എവിടെയൊക്കെ അയാൾക്ക് ഒരു അധികാരത്തിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ ഡോക്ടറായിട്ട് ഈ മേഖലയിൽ നിന്ന് അയാൾ പിന്നെ IPS ഓഫീസർ ആയി. ഡോക്ടർ അരുൾ IPS എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അതെനിക്കൊരു പ്രചോദനമായി. അപ്പോൾ ഈ നമ്മുടെ നായകനും ഇതുപോലെ IPS എടുത്താൽ എങ്ങനെയായിരിക്കും? അപ്പോൾ അയാൾക്ക് പോലീസിൻ്റെ ഒരു ട്രെയിനിങ് കിട്ടുകയാണ്, അതിൻ്റെ കൂടെ ഫോറൻസിക്കിൻ്റെ പരിശീലനമുണ്ട്. അപ്പോൾ ഒരു ക്രൈം സീനിൽ ആദ്യം ഇയാളെ ചെല്ലുമ്പോൾ അയാൾക്ക് ഒരുപാട് അഡീഷണൽ അഡ്വാൻറ്റേജസ് കിട്ടുകയാണ്. എന്തൊക്കെയായിരിക്കും ആ പരിസരത്ത് നിന്ന് അയാൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുക എന്നുള്ളത്. ആ ഒരു തോട്ടിൽ നിന്നാണ് ആദ്യത്തെ പുസ്തകം ഉണ്ടാകുന്നത്. പക്ഷെ അത് വേണ്ട വിധം പൂർണ്ണമായിട്ട് ഉപയോഗിച്ചില്ല എന്നൊരു വിമർശനം അന്ന് നേരിട്ടിരുന്നു. അപ്പോൾ അതിനെ ആ കുറവുകൾ നികത്തിക്കൊണ്ടുള്ളൊരു പുസ്തകമാണ് ഇപ്രാവശ്യം ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തുകൊണ്ടും ആ ഫോറൻസിക് എന്ന വാക്ക് ടൈറ്റിൽ വരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ എപ്പോഴും ജനറലി നമ്മളൊരു അക്കാഡമിക് ക്ലബ്ബ് നടത്താറുണ്ട്. മിക്കവാറും മാസത്തിലൊരിക്കൽ ഒക്കെയാണ് നടത്താറ്, ചിലപ്പോൾ ആഴ്ചയിലൊരിക്കലും നടത്താറുണ്ട്. അങ്ങനെ ഒരു ക്ലബിൽ ഈ IPSകാരൻ അന്വേഷിച്ച 3 ഫോറൻസിക് കേസുകൾ ചർച്ച ചെയ്യപ്പെട്ടാൽ എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ പുസ്തകം വന്നത്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും നടത്തുന്ന ഒരു ക്ലബ്ബാണ് ഈ ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്. അതിൽ 3 സസ്പെൻസ് നിറഞ്ഞ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷനുകൾ ചർച്ച ചെയ്യപ്പെടുക. രസകരമായൊരു കഥയായി തോന്നുന്നു. ഡോക്ടർ അമലിലേക്ക് വന്നാൽ, നമുക്ക് ഡോക്ടറുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് ആൻജൈന എന്നാണ്. നമുക്ക് പൊതുവെ നമ്മളെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു ടേമാണ്. അതൊരു മെഡിക്കൽ ടേമാണ്, ഒരു നെഞ്ചുവേദന എന്ന അർത്ഥമുള്ള ഒരു ടേമാണ്. അപ്പോൾ എന്താണ് ആ ഒരു പുസ്തകം കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു മെഡിക്കൽ ത്രില്ലർ അല്ല, പക്ഷേ അങ്ങനെ ഒരു ടേം ആ ഒരു പുസ്തകത്തിന് പേരായി കൊടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പുസ്തകം, എന്താണ് ആ പുസ്തകം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഡോക്ടർ രജത്ത് സൂചിപ്പിച്ചതുപോലെ ആൻജൈന എഴുതി തുടങ്ങുമ്പോൾ പുസ്തകത്തിന് ഒരു പേരില്ല. പകുതിയോളം എഴുതിയതിനു ശേഷമാണ് പെട്ടെന്ന് ആൻജൈന എന്ന ടൈറ്റിൽ പുസ്തകത്തിന് വരുന്നത്. സത്യത്തിൽ ആൻജൈന എനിക്ക് ഒരു ജിജ്ഞാസ ഉളവാക്കുന്ന ഒരു പേര് വേണം എന്നൊരാഗ്രഹമുണ്ട്. അതോടൊപ്പം ഞാൻ കാർഡിയോളജിസ്റ്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ
കാർഡിയോളജിക്ക് ഒരു ഡെഡിക്കേഷനായിട്ട് ഒരു ടൈറ്റിൽ വേണം എന്നൊരാഗ്രഹം തോന്നിയപ്പോഴാണ് ഈ ആൻജൈന എന്ന പദം പുസ്തകത്തിൻ്റെ ടൈറ്റിലേക്ക് എത്തിച്ചത്. മാഡം സൂചിപ്പിച്ചതുപോലെ ആൻജൈന നെഞ്ചുവേദനയാണ്, ഹൃദയ സംബന്ധമായിട്ടുള്ള നെഞ്ചുവേദന, ഹൃദയത്തിൽ ബ്ലോക്കുകൾ ഉള്ളവർക്ക് അനുഭവപ്പെടുന്ന നെഞ്ചുവേദന. അതിന് ഈ കഥയുമായി ചെറിയ തോതിലുള്ള ബന്ധമുണ്ട്. മാഡം സൂചിപ്പിച്ച പോലെ ആൻജൈന ഒരു മെഡിക്കൽ ത്രില്ലർ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പുസ്തകം അല്ല, ഒരു ത്രില്ലറാണ്. എങ്കിൽ കൂടിയും രജത് സാറിൻ്റെ പുസ്തകങ്ങൾ പോലെ ഒരു മെഡിക്കൽ സെറ്റപ്പിൽ നടക്കുന്ന ഒരു മിസ്റ്ററി അല്ല. അപ്പം എൻ്റെ പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെൻറ്റിനോടുള്ള ഒരു ഡെഡിക്കേഷൻ എന്ന നിലയ്ക്കാണ് ആൻജൈന എന്ന പദം ഈ നോവലിൻ്റെ ടൈറ്റിലായിട്ട് ചേർത്തു. ആൻജൈന എന്ന പദത്തിന് നോവലിൽ പല അർത്ഥങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് കടന്നു വരുന്നുണ്ട്. ഞങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആൻജൈന. ഒരു നെഞ്ചുവേദനയുമായി ഒരാൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇത് ആൻജൈനയാണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പം ആ വാക്കിനോടുള്ള ഒരു പ്രതിപത്തി, സ്നേഹം, അങ്ങനെയാണ് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ വന്നത്. ഇപ്പോൾ നിഖിലേഷിൻ്റെ പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രഥമ ദൃഷ്ട്യ, ഹനനം, അതെ, അഗോചരം, നമ്മൾ സാധാരണ ഒരു ത്രില്ലർ പുസ്തകങ്ങൾക്ക് നമ്മളെല്ലാവരും ഒരു ഇംഗ്ലീഷ് പേരാണ് നമ്മൾ പ്രതീക്ഷിക്കുക, കേൾക്കാൻ ഒരു രസകരമായിട്ടുള്ളൊരു. ഇത് നമുക്കൊന്നും മനസ്സിലാവാത്ത പേരിലാണ്, എല്ലാം പക്കാ മലയാളം. എന്താണ് ഈ ഒരു മലയാളത്തിൽ ഇത്തരം പേരുകൾ തിരഞ്ഞെടുക്കാനുള്ള റീസൺ? അത് മാഡം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇപ്പോൾ സിദ്ദിഖ് ലാൽമാർ സിനിമ എടുക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ പുറത്താണെന്ന് എനിക്കറിയത്തില്ല, അവരുടെ മിക്കവാറും എല്ലാ പടങ്ങൾക്കും ഇംഗ്ലീഷ് പേരുകളാണ്. അതെല്ലാം വലിയ വിജയങ്ങളുമായിട്ടുണ്ട്. എനിക്ക് 1-2 സിനിമകൾ മാത്രം അല്ലാണ്ട് പേര് വന്നിട്ടുള്ളൂ, അതത്ര വിജയിച്ചിട്ടുമില്ല. ഞാൻ പുസ്തകം എഴുതി തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞ പോലെ മിക്കവാറും എല്ലാ മലയാളത്തിലുള്ള പുസ്തകങ്ങളുടെയും പേര് ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് ടൈറ്റിൽസ് ആയിരുന്നു. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീപാർവതിയോ അല്ലെങ്കിൽ ശ്രീ ലാജോ ജോസോ ഒക്കെ എഴുതി അക്സെപ്റ്റൻസ് കിട്ടുന്നതിന് മുന്നേ ആൾക്കാർക്ക് ഈ ക്രൈം ത്രില്ലർ പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ വേരുകൾ എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് കഴിഞ്ഞാൽ അതൊരു ലിറ്റററി ഫിക്ഷൻ പരിപാടിയാണ് എന്നുള്ളത് ആണ് ആൾക്കാർ കരുതി വെച്ചിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പുസ്തകങ്ങൾക്ക് എന്നാൽ പിന്നെ ചേഞ്ച് വേണം, അത്ര ചേഞ്ച് എന്നുള്ള ലൈനിൽ മലയാളം പേരിട്ടത്. അതിൽ ഫസ്റ്റ് പുസ്തകത്തിന് പ്രഥമദൃഷ്ടി, പക്ഷെ പ്രഥമദൃഷ്ടി എന്നുള്ള പേര് ശരിക്കും അതിന് ഇനിഷ്യലി ഞാൻ ഉദ്ദേശിക്കുന്ന പേര് പ്രീമ ഫേസി എന്നുള്ളതായിരുന്നു ഫസ്റ്റ് പുസ്തകത്തിൽ. പക്ഷേ അത് അന്നത്തെ ആ പുസ്തകം പബ്ലിഷ് ചെയ്ത പബ്ലിഷർ ഇതാർക്കും മനസ്സിലാവില്ല എന്ന്, പ്രഥമദൃഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിസ്റ്ററി സംഭവമാണ്, അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരാണത് ക്യാൻസൽ ചെയ്ത് പ്രഥമദൃഷ്ടി എന്ന പേര് കൊടുത്തത്. അതിനുശേഷം പിന്നെ വന്ന പുസ്തകങ്ങൾക്കൊക്കെ അഗോചരം എന്ന് പറഞ്ഞ പേരൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു വാക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പേരിടാൻ വേണ്ടി നിന്നാ കിടക്കട്ടെ ഒരു കടുകെട്ടി പേര്, ആർക്കും ഒന്നും മനസ്സിലാവരുത് എന്ന ലൈനിൽ വിട്ട പേരാണ് അഗോചരം. അഗോചരം മീൻസ് ഇൻവിസിബിൾ. അത് വായിച്ചിട്ട് കുറച്ച് പേര് പേര് സംസ്കൃതമാണോ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി സംസ്കൃതത്തിന് ഡിറൈവ് ചെയ്തിട്ടുള്ളത് മലയാളം വാക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അഗോചരം. പക്ഷെ അതിനുശേഷം 1-2 ഷോർട്ട് ഫിലിമുകൾ, പുസ്തകം വായിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ എന്തായാലും അഗോചരം എന്നുള്ള പേര് കാണുമല്ലോ. 1-2 ഷോർട്ട് ഫിലിമുകൾ, അതുപോലെ വേറെ 1-2 പുസ്തകങ്ങളും അഗോചരം എന്ന പേര് ഞാൻ കണ്ടു റീസെന്റ് ഇറങ്ങി. അപ്പോൾ ഈ 5ാമത്തെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പേര് പ്രീമ ഫേസി എന്നുള്ളതാണ്. DC ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസം ഇറങ്ങിയ ബുക്കാണ് പ്രീമ ഫേസി. അതിൽ ശരിക്കും രസകരമായ ഒരു സംഗതിയുണ്ട്. എൻ്റെ ഫസ്റ്റ് ബുക്കിന്റെ പേരിന്റെ അർത്ഥം പ്രഥമദൃഷ്ടിയാണ് എന്നുള്ളത് പ്രീമ ഫേസി എന്നുള്ളത് തന്നെയാണ്. പ്രീമ ഫേസി ലാറ്റിൻ വാക്കാണ്. അപ്പോൾ 5th ബുക്കിലേക്ക് വന്നപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മളെല്ലാം ഞാൻ 3-4 ക്ലാസ് മുതൽ ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്. അപ്പോൾ അന്ന് ഏറ്റവും ടോപ്പ് ലൈൻ ആയിട്ടുള്ള, ഇന്നും ടോപ്പ് ലൈൻ ആയിട്ടുള്ള പബ്ലിഷർ DC ബുക്സ് ആണ്. അപ്പോൾ എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം DC ബുക്സിൽ പുസ്തകം പബ്ലിഷ് ചെയ്യണം. ഞാൻ വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ഓൾ ദ പബ്ലിഷേഴ്സ് പബ്ലിഷ് ബൈ ബുക്സ്, DC ബുക്സിൽ പുസ്തകം പബ്ലിഷ് ചെയ്യണം തന്നെയാണ് എൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ 5ാമത്തെ ബുക്ക് എത്തിയപ്പോൾ ഞാൻ കരുതി ഫസ്റ്റ് ബുക്ക് ദിസ് ഇസ് വേർ ഐ സ്റ്റാർട്ടഡ് എന്നുള്ള അർത്ഥത്തിലാണ് പ്രീമ ഫേസി എന്ന ആദ്യത്തെ പുസ്തകത്തിൽ ഞാൻ ഇടാൻ വെച്ചിരുന്ന പേര് തന്നെ 5ാമത്തെ പുസ്തകത്തിൽ ഇട്ടത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഇപ്പോൾ അയാളും ഞാനും തമ്മിൽ എന്ന് പറയുന്ന സിനിമയുടെ അവസാനത്തെ ഒരു സീനുണ്ട്, അത് ഞാൻ പലപ്പോഴും എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ദിസ് ഇസ് വേർ രവി തിലകൻ വാസ് ബോൺ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ ഒരു ഐറ്റം പിടിച്ചിട്ടാണ് പ്രീമ ഫേസി എന്നുള്ള ഒരു പേര് എൻ്റെ അവസാനത്തെ പുസ്തകത്തിൽ ഇട്ടത്. ഐ മീൻ ലാസ്റ്റ് ഇറങ്ങിയത്. ഇത് വിജയിച്ചാൽ കുഴപ്പമില്ല, ഇത് വിജയിച്ചില്ലെങ്കിൽ ഇവിടെ വെച്ച് എനിക്ക് പരിപാടി അവസാനിപ്പിക്കാമല്ലോ. എൻ്റെ ലാസ്റ്റ് ബുക്ക് വാസ് പബ്ലിഷ് ബൈ DC ബുക്സ്
ആൻഡ് ഇറ്റ് ഹാസ് ദ സെയിം ടൈറ്റിൽ വിത്ത് മൈ ഫസ്റ്റ് ബുക്ക് എന്നുള്ള അർത്ഥത്തിലാണ് സത്യം പ്രീമ ഫൈസി എന്ന് പറഞ്ഞത് പേരിട്ടത്. പ്രീമ ഫൈസി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ലാറ്റിൻ വാക്കാണ്, പക്ഷെ പേരിട്ട് പുസ്തകത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയത് മുതൽ ചില സോഷ്യൽ മീഡിയയിൽ എനിക്ക് കുറച്ച് പേര് കണ്ടു കാണും. ഈ പ്രീമ ഫൈസി എന്ന് പറഞ്ഞ പേര് ടൈറ്റിൽ എഴുതുന്നത് ഇങ്ങനെയാണോ, അല്ലെങ്കിൽ പ്രീമ ഫൈസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ അതിന്റെ ഫോണ്ട് മലയാളത്തിൽ വരുന്നത് പറഞ്ഞ് ഭയങ്കര ബഹളം. ഞാനപ്പോൾ ആലോചിച്ച്, ഞാൻ എഴുതിയത് ഭാരതീയ ന്യായ സംഹിത പഠിപ്പിക്കുന്ന ഒരു ലീഗൽ അക്കാഡമിക് ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഭാവിയിലുള്ള ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഒരു ചരിത്ര പുസ്തകമായി സൂക്ഷിച്ചു വെക്കാൻ പാകത്തിലുള്ള ഒരു വലിയ പുസ്തകമൊന്നുമല്ല. പ്രീമ ഫൈസി എന്ന് പറഞ്ഞ ഒരു പോപ്പുലർ ഫിക്ഷൻ ഗണത്തിൽ വരുന്ന, അപ്പ് മാർക്കറ്റ് ഫിക്ഷൻ ഗണത്തിൽ വരുന്ന, നമുക്ക് വായിച്ചാൽ രസിക്കുന്ന, അത്യാവശ്യം ട്വിസ്റ്റുകളുള്ള, ക്ലിപ്പ് ഹാങ്ങർ എൻഡിങ്സ് ഉള്ള ഒരു പൾപ്പ് സംഗതിയാണ്. ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണ്. പക്ഷേ ഇറ്റ് ഡീൽസ് വിത്ത് സം മെഡിക്കൽ തീംസ്. അതാണ് ഈ പ്രീമ ഫൈസിയുടെ പേരിന് പിന്നിലുള്ള സംഗതി. അഗെയിൻ പ്രീമ ഫൈസി എന്ന് പറയുന്നത് ലാറ്റിൻ വാക്കാണ്. അതിന് പല ഉച്ചാരണങ്ങൾ ലഭ്യമാണ്. ശബ്ദധാരാവലിയിലോ കേരളവാണിജ്യത്തിലോ ഒന്നും ഈ വാക്കില്ല. അതുകൊണ്ട് തന്നെ പ്രീമ ഫൈസി എന്നുള്ളത് വി ചോസ് ദ ടൈറ്റിൽ ബിക്കോസ് ഓഫ് മൈ പേഴ്സണൽ റീസൺസ് ആൻഡ് ഇറ്റ് ഓൾസോ സൂട്ട്സ് ദ തീം ഓഫ് ദ ബുക്ക്. അതായത് ആദ്യ കാഴ്ചയിൽ നമ്മൾ കാണുന്ന ഇപ്പൊ ഈ പ്രീമ ഫൈസി പുസ്തകത്തിൽ ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഡോക്ടേഴ്സ് ആണ്. ഇൻഫെക്ഷൻ ഡിസീസ് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഒരു പാത്തോളജിസ്റ്റ് ഉണ്ട്. അവരെല്ലാം നമ്മൾ ആദ്യ കാഴ്ചയിൽ എങ്ങനെയാണോ കാണുന്നത് അതല്ല അവരവരുടെ അവസാനത്തെ കാഴ്ചയിൽ ബേസിക്കലി ക്ലൈമാക്സ് എത്തുമ്പോൾ ഇവരെങ്ങനെയുള്ള ആൾക്കാരാണ്, ഇവർ പോസിറ്റീവ് ക്യാരക്ടറാണോ നെഗറ്റീവ് ക്യാരക്ടറാണോ. സത്യത്തിൽ ആ പുസ്തകത്തിൽ ശരിക്കും ഒരു ഫുൾ ബ്ലോൺ പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇല്ല. എല്ലാവരും സത്യത്തിൽ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ളവരാണ്. പക്ഷെ എല്ലാവർക്കും ഒരു റീസൺ ഉണ്ട് ഫോർ ഡൂയിങ് വാട്ട് എവർ ദേ ആർ ഡൂയിങ് അറ്റ് ദ മൊമെന്റ്. സോ അതാണ് ഈ പറയുന്ന, ഞാനൊരു ഉപന്യാസത്തിന് പറഞ്ഞു തോന്നുന്നു. ബട്ട് ഇത് നമുക്ക് പൊതുവെ കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു പേരിടുമ്പോൾ അത് നമ്മളൊരു പുറത്തേക്ക് ഒരു സമൂഹത്തിന് മുന്നിലേക്ക് കൊടുക്കുമ്പോൾ അവരതിനെ എങ്ങനെയാണ് എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, അവരുടെ റിപ്ലൈ കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക. നമ്മളത് കാത്തിരുന്ന് കാണുക തന്നെ വേണം എന്നുള്ളതാണ് സത്യം. ഇപ്പോ രജതിന്റെ പുസ്തകം നമ്മള് ബോഡി ലാബ് നോക്കുവാണെങ്കിൽ അനാട്ടമി ലാബില് കടാവറിട്ട് വെച്ചിരിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷനൊക്കെ നോക്കുമ്പോൾ ഇപ്പം ഇതൊക്കെ വായിച്ചതിന് ശേഷം വായനക്കാര് ഇത്തരം അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഇവരൊക്കെ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കും, ദൈവമേ ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാവോ, ഇങ്ങനൊരു ഡോക്ടറിനെ ചെന്ന് കാണും എന്നൊക്കെ അവര് സ്വാഭാവികമായിട്ടും ചിലർ മേ ബി അങ്ങനെ ഒരു സംശയങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ആരെങ്കിലും പങ്കുവയ്ക്കുമോ, പേഷ്യൻസ് പങ്കുവയ്ക്കൊക്കെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു പ്രശ്നം ആണ്, ഒരു ചോദ്യമാണ്. പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, അതൊരു വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം നമുക്ക് ആശുപത്രികളെ കുറിച്ച് നമുക്ക് വേണ്ട ധാരണ, അവിടെ രോഗികൾക്ക് ആവശ്യമായ ശുശ്രൂഷ, ജീവനെ രക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടെ ഒരു കൊലപാതകങ്ങൾ നടക്കുന്നു, അവയവ മോഷണം നടക്കുന്നു, ഒരു ലോബി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിഷയം തന്നെയാണ്. നമുക്ക് ബാക്കി ഒരു ഹൊറർ ജോണറോ ഒരു വേറെ എന്തെങ്കിലും ത്രില്ല് കിട്ടുന്ന ഒരു സെക്ഷനിലൊക്കെ ഉള്ള നോവലുകളിൽ അല്ലാതെ മെഡിക്കൽ ത്രില്ലുകളിൽ വരുമ്പോൾ ഒരു കുഴപ്പവും ഇത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു റോബിൻ കുക്ക് പറഞ്ഞതായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞതില്ല, ഇപ്പം നമ്മളൊരു ചന്ദ്രനിലേക്ക് പോകുന്ന സ്പേസ് ഷിപ്പിൽ ഒരു പ്രശ്നം നടക്കുന്ന, അതിനകത്തൊരു ത്രില്ലിങ് ഇത് നടക്കുന്ന ഒരു കഥ ആ രീതിയിലാണ് പോകുന്നത്. പക്ഷെ വായിക്കുന്ന ആൾക്ക് മനസ്സിൽ അറിയാം, ഞാനൊരിക്കലും ഒരു ചന്ദ്രനിൽ പോകുന്ന പേടകത്തിനകത്ത് പെട്ടുപോകാൻ പോകുന്നില്ല, അപ്പം എനിക്ക് അങ്ങനൊരു അത് അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല. അതുപോലൊരു പ്രേതബാധയുള്ള വീട്ടിലെ കഥ, ഞാൻ അങ്ങനെ ഒരു വീട്ടിൽ നിൽക്കുന്നില്ല, രാത്രി ഞാൻ കുറച്ച് പേരുടെ കൂടെ നിൽക്കുന്നുള്ളൂ എന്നൊക്കെ നമുക്ക് എടുക്കാം. പക്ഷെ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പോകേണ്ടി വരും എന്നൊരു ധാരണയുള്ളത് കൊണ്ട് ഇവിടെ ഇങ്ങനെയാണോ നടക്കുന്നത് എന്ന ചിന്ത ആൾക്കാരെ എന്ത് നമ്മൾ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് പോകാനൊരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ റോബിൻ കുക്കിൻ്റെ തന്നെ കോമ എന്ന നോവലിനെ കുറിച്ച് പറയുന്നത് അത് ഓർഗൻ ഡൊണേഷനും കാര്യങ്ങളും ഒക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ അവസാനം വന്നപ്പോൾ അത് തിരിഞ്ഞു പോയി. ഈ അടുത്ത് ഹിറ്റായ പല സിനിമകളെയും കഴിഞ്ഞ് ഡോക്ടർ സുഹൃത്തും ഇവരുടെ ഇടയ്ക്കുള്ള ചർച്ചകൾക്കിടയ്ക്ക് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതോടുകൂടി ഓർഗൻ ഡൊണേഷൻ്റെ റേറ്റുകൾ കുറയുന്നു. നമ്മളൊരു നല്ല ചികിത്സ മുന്നോട്ട് വെച്ചാൽ അത് ആൾക്കാർ സംശയത്തോടെ കാണുന്നു. അപ്പോൾ ഈ ഒരു പോപ്പുലർ ഫിക്ഷനിൽ ഇത് വരുമ്പോൾ ജനത്തിൻ്റെ ഭീതി എന്നത്
മെഡിക്കൽ മേഖലയെ പുറകോട്ട് നടത്തുന്നു എന്നൊരു അപവാദം എപ്പോഴുമുണ്ട്. ഞാൻ തന്നെ ഒരു കഥയുടെ റിസർച്ചിന് വേണ്ടി എൻ്റെ അടുത്തൊരു സംവിധായകൻ വന്ന് ചോദിച്ചിരുന്നു. അതിലൊരു മരുന്ന് കണ്ടുപിടിക്കുന്നുണ്ട്, ആ മരുന്ന് ഒരാൾ ഉപയോഗിക്കുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അയാൾ മരിക്കുകയാണ്. കഥ പിന്നെ അത് വെച്ചിട്ടല്ല പോകുന്നത്, അതൊരു കുടുംബ കഥ രൂപത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ റിയലായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് അതിനെക്കുറിച്ചുള്ള റിസർച്ചും ഭാഗങ്ങളായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരതെനിക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നു. പക്ഷെ ആ ഡോക്ടർ വെച്ച ഒരു വാലിഡായ പോയിന്റ് എന്ന് പറഞ്ഞാൽ, 1,00,000 പേരിൽ ചെയ്യുമ്പോൾ വളരെ റയറായിട്ട് സംഭവിച്ചേക്കാവുന്ന കാര്യമാണ് ഇങ്ങനെ ഒരു അപകടം. പക്ഷെ നിങ്ങളത് മുന്നോട്ട് വെക്കുമ്പോൾ ജനം കാണുന്നത് ഇത് 100% ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണെന്ന്. അത് ഞങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാകുന്നുണ്ട്. അപ്പം നിങ്ങളെപ്പോലുള്ള എഴുത്തുകാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പക്വമായിട്ടത് ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞു. അത് വളരെ വാലിഡായിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ്. അതിൻ്റെ കൂടെ പക്ഷേ ഉള്ളത്, ഏതൊരു മേഖലയിലും നൈതികത വേണ്ടതാണ്. അതിൽ ചിലരെങ്കിലും ചില കാര്യങ്ങൾ വേണ്ട രീതിയിൽ അല്ലാതെ അതിന്ന് വേറിട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ എത്തിക്സ് വളർന്നത് തന്നെ ശരിക്കും റോബിൻ കുക്കിൻ്റെ ഒക്കെ നോവലുകളുടെ പാരലായിട്ടാണ് എന്നൊരു പഠനങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നൈതികതയുടെ കാര്യത്തിൽ എങ്ങനെ ഇത്തരം നോവലുകൾ അതിനെ സഹായിച്ചോ വളർത്തിയോ അതേ ഒരു കാര്യം തന്നെ നമുക്ക് ഇവിടെയും ആപ്ലിക്കബിൾ ആണ് എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഈ കാര്യം ബോഡി ലാബിൻ്റെ എല്ലാം പറഞ്ഞ് ഇത് സൂചിപ്പിക്കാറുണ്ട്. അപ്പം അവരോടും വായനക്കാരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു വഴിയാണ് മെഡിക്കൽ ത്രില്ലറുകൾ. ഒരിക്കലും അവിടെ വരുന്ന കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ഒന്നും ഇങ്ങനെ അല്ല. എൻ്റെ സുഹൃത്തുക്കളും മെഡിക്കൽ മേഖലയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ ഡോക്ടർ അമൽ കാർഡിയോളജിസ്റ്റാണ്. എത്രയോ പേർക്ക് ആൻജിയോഗ്രാം ചെയ്യുന്ന ലാബ് നടത്തുന്ന അദ്ദേഹം ആണ്. പുള്ളിയുടെ കഥയിൽ അങ്ങനെ വന്നു. അതിലൊരു ട്രക്ക് ട്രയലിൻ്റെ കാര്യത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് എന്ന് വെച്ച് ഒരിക്കലും അത് 100% ഇതിലേക്കല്ല, വളരെ റയറായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിച്ച് അവെയർ ആയിരിക്കണം, ചാൻസ് ആയിട്ട് ഈ കാര്യങ്ങൾ എടുക്കുക. ഇപ്പോൾ ഡോക്ടർ നിഖിലേഷിൻ്റെ പുസ്തകങ്ങളിലും ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അദ്ദേഹം കോവിഡ് ലാബ് എല്ലാം വളരെ ആക്റ്റീവായിട്ട് ആ സമയത്ത് റൺ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ മെഡിക്കൽ മേഖലയിലെ ആശുപത്രിയിലെ ഭൂരിഭാഗം ആൾക്കാർ പൊതു നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതാണ് രജത്ത് ഇപ്പോൾ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മളൊരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഇത്തരത്തിലൊക്കെ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ദൃശ്യം സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പം ഞാൻ തന്നെ പലയിടത്തും ഫേസ് ചെയ്തൊരു ചോദ്യം ഇതാണ്: നിങ്ങൾ ഇത്തരത്തിൽ കൊലപാതകം നിങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ പുറത്തൊരാൾ ഇത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് കൊലപാതകം ചെയ്യേണ്ടത്. അത് പ്രത്യേകിച്ച് ഒരു ഡോക്ടർ എന്ന് പറയുന്നത് വളരെ സാങ്കേതികപരമായിട്ട് കൃത്യമായിട്ട് ടെക്നിക്കലി അതിനെ ഡെറിവേറ്റ് ചെയ്തെടുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം ആണ് എന്നുള്ളൊരു നിരൂപണം തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വരാം. അപ്പോൾ അത്തരം എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു അഞ്ജന എഴുതി കഴിഞ്ഞതിന് ശേഷം, കാരണം ഹൃദയാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു പുസ്തകം ഓൾറെഡി ടെക്നിക്കലി എഴുതിയ ഒരു ആളാണ് ഡോക്ടർ അമൽ. അപ്പോൾ പക്ഷേ ഇത്തരം ഒരു ത്രില്ലർ വിഭാഗം എഴുതി കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ഭയം ഉറപ്പായിട്ടും, കാരണം ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവമാണ് എന്നൊക്കെ നമ്മളിങ്ങനെ ചിലരെങ്കിലും, അല്ലെങ്കിൽ ഓഫ്കോഴ്സ് എല്ലാവരും വിചാരിക്കുന്ന ഒരു ഇതാണ്, കാരണം നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഭയം തീർച്ചയായിട്ടും പേഷ്യൻസിന് ഉണ്ടാവാൻ സാധ്യതയില്ലേ? എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഈ മെഡിക്കൽ ത്രില്ലർ വിഭാഗത്തിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള അപകടവും അതുതന്നെയാണ്. കാരണം മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഡോക്ടറും രോഗാവസ്ഥയുമായി ഡോക്ടറുടെ അടുത്ത് വരുന്ന വ്യക്തിയും തമ്മിലുള്ള വിശ്വാസ്യതയിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ ഒരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ട്രസ്റ്റാണ്. സോ വൺസ് എ ട്രസ്റ്റ് ഇസ് ലോസ്റ്റ്, ദ ഗോയിങ് ഗെറ്റ്സ് ടഫ്. രോഗാവസ്ഥയുമായിട്ട് വരുന്ന വ്യക്തി ഡോക്ടറെയും ആരോഗ്യ മേഖലയും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുകയും ഡോക്ടർ തൻ്റെ മുന്നിലെത്തുന്ന വ്യക്തികളെ, രോഗിയെയും രോഗിയുടെ കൂടെയുള്ളവരെയും
ഒരു അപകട ഭീതിയോടെ വീക്ഷിക്കുകയും ചെയ്യുന്ന ആ അവസ്ഥ അത് ഇന്ന് നിലനിൽക്കുന്നു. അതിനെ പലപ്പോഴും വളം വെച്ച് കൊടുത്തിട്ടുള്ളത് സാഹിത്യ കൃതികൾ, കലാരൂപങ്ങൾ, ഇതെല്ലാമാണിത്. പക്ഷേ ക്രൈം ത്രില്ലേഴ്സ് എഴുതുന്ന നിങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരാൾക്കറിയാം, നമ്മൾ അതിൽ സൂചിപ്പിക്കുന്ന ക്രൈം അത് ഒരു പക്ഷെ ഒരു മെഡിക്കലി റിലേറ്റഡ് ക്രൈം ആയിരിക്കാം. അത് ചെറിയ ഒരു വീക്ഷണത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു സൂക്ഷ്മ ചിന്തയുടെ വികാസമാണ്. ആ വികാസം സംഭവിക്കുന്ന ഭാവനയിലൂടെ. ഉദാഹരണത്തിന് ഇപ്പം ആൻജൈനയുടെ റിവ്യൂ എഴുതിയ ഒരു പ്രശസ്ത എഴുത്തുകാരൻ അതിൻ്റെ ആമുഖത്തിൽ തന്നെ എഴുതിയുണ്ടായി, കാർഡിയോളജിസ്റ്റായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ആ മേഖലയിൽ ഓൾറെഡി നിലനിൽക്കുന്നതോ ആയ ഒരു വ്യവസ്ഥയുടെ എഴുത്തായിരിക്കണം ആൻജൈനായത്. എന്നാൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, അത്തരത്തിലൊന്ന് ഞാൻ ഇന്നേ വരെ എൻ്റെ അനുഭവത്തിലോ കേൾവിയിലോ വായനയിലോ അറിഞ്ഞിട്ടില്ല. മെഡിക്കൽ പഠനത്തിനിടെ ഞങ്ങളിപ്പം മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞപ്പോൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണ്. എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു ചികിത്സാ രീതി ആ ഒരു രോഗത്തിന് എത്രത്തോളം ഫലം ചെയ്യും എന്ന് കണ്ടെത്തുന്നത് പരീക്ഷണങ്ങളിലൂടെയാണ്. പക്ഷേ മരുന്ന് പരീക്ഷണം എന്ന് പറയുന്നത് ഒരു ക്ലീഷേ ആയിട്ടുള്ള ഒരു ടെർമിനോളജിയാണ്. അതിന്ന് കലാസാഹിത്യ രൂപങ്ങളിൽ ഒരുപാട് മിസ്റ്ററിയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് മരുന്ന് പരീക്ഷണം. അത് പലപ്പോഴും തെറ്റായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ഉപയോഗം. ഒരു പുതിയൊരു മരുന്ന് കണ്ടുപിടിച്ചു, ഹോസ്പിറ്റലിൽ രോഗിയിൽ അത് ഇഞ്ചെക്ട് ചെയ്തു, രോഗിക്ക് അപകടം സംഭവിച്ചു. അങ്ങനെയല്ലല്ലോ ഒരു ശാസ്ത്രീയമായിട്ടുള്ള മരുന്ന് പരീക്ഷണം നടക്കുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള മരുന്ന് പരീക്ഷണം ആദ്യം മൃഗങ്ങളിൽ നടത്തി, അതിനുശേഷം അത് സേഫ് ആണെന്ന് കണ്ടെത്തിയതിന് ശേഷം ആരോഗ്യമുള്ള ജനങ്ങളിൽ കൺസെൻറ്റോടുകൂടി നടത്തി, അതിനുശേഷം രോഗാവസ്ഥയിൽ പരീക്ഷിച്ച്, അതിനുശേഷം പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ്, അങ്ങനെ പല പല ഫേസുകളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം ആ പ്രക്രിയയെ ഒരു പുതിയൊരു മരുന്ന് നേരിട്ടൊരു വ്യക്തിയിലേക്ക് കുത്തിവെക്കുകയും അതിന് ഒരാൾക്ക് അപകടം സംഭവിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു നിസ്സാരവൽക്കരണമായി സാഹിത്യ രൂപങ്ങളിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആ ആൻസൈറ്റി അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ മേഖലയിൽ അല്പമെങ്കിലുമൊക്കെ വൈദഗ്ധ്യമുള്ളവർ അത് എഴുതുമ്പോൾ അതിന് കുറച്ചുകൂടി ആധികാരികത ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ആ മേഖലയിൽ എഴുതുന്നവർ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത്, ഡീപ്പായിട്ടുള്ള റിസർച്ച് ചെയ്ത് ആ മേഖലയിലുള്ളവരുമായി അതിനെ ചോദിച്ച് മനസ്സിലാക്കി എഴുതുമ്പോൾ ഒരുപക്ഷെ സമൂഹത്തിലുണ്ടാകുന്ന ഈ ആൻസൈറ്റി കുറയ്ക്കാൻ സാധിക്കും. അപ്പം മിക്കപ്പോഴും നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നതല്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു, ഞാൻ എഴുതിയത് സമൂഹത്തിൽ നടന്ന് ഞാൻ ഇന്നേവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഉള്ളതല്ല. അതിൻ്റെ ഈ മെഡിക്കൽ വിഭാഗത്തിലെ വാണിജ്യവൽക്കരണത്തിൽ ഇത്തരം സാധ്യതകൾ ഉണ്ടല്ലോ എന്നൊരു ചിന്തയിൽ നിന്നാണ്. ബാക്കിയെല്ലാം ഭാവനയാണ്. അതിപ്പോൾ ഏത് കഥയും അങ്ങനെയാണ്. ഒരു ചെറിയൊരു ത്രെഡ് കിട്ടുന്നു, നമ്മൾ നമ്മുടെ ഭാവനയിലൂടെയാണ് അത് വികസിപ്പിച്ചെടുക്കുന്നത്. ആ ഭാവന ഡോക്ടർ നിഖിലേഷ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ട്രൂത്ത് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ. നമ്മൾ പലപ്പോഴും ആ ഭാവന എഴുതി കഴിയുമ്പോൾ ഓക്കെ അത് അന്ന് നിലനിൽക്കുന്നുണ്ടായിരിക്കില്ല, പിന്നീടായിരിക്കാം അത്. അപ്പം സ്വാഭാവികമായിട്ടും ആ ആൻസൈറ്റി സമൂഹത്തിൽ നിലനിൽക്കുന്നു. അപ്പം നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് ഇത് യാഥാർത്ഥ്യമല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ആ അവബോധം സൃഷ്ടിക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ ജാൻറയിൽ എഴുതുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അത് മെഡിക്കൽ പ്രാക്ടീസിനെ, രോഗനിർണയത്തെ, രോഗങ്ങളുടെ ചികിത്സയെല്ലാം പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. വളരെ സത്യമാണ് ഡോക്ടർ അമൽ പറഞ്ഞത്. കാരണം അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പം അത്തരം വിഷയങ്ങളെ കുറിച്ച്, കാരണം നമുക്ക് ഒരുപാട് ഇത്തരം സിനിമകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചിട്ടോ ഒക്കെ ഈ പറഞ്ഞ പോലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരം പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടോ, നിങ്ങളത് ഇപ്പം നമുക്കതൊരു മിസ്റ്റീരിയസ് രീതിയിൽ കാണാൻ പറ്റും. പക്ഷെ അഫ്കോഴ്സ് റിയാലിറ്റി എന്താണ്, നമുക്ക് ഇടയിൽ നമ്മൾ എങ്ങാനും ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ അത്തരം പരീക്ഷണങ്ങൾക്ക് വിധേയരാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായിട്ട് പേഷ്യൻസിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിഖിലേഷ് പറഞ്ഞു കോവിഡിന്റെ സമയത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അതുപോലെ തന്നെ
എനിക്കറിയാം, ഞാൻ പേഴ്സണലി നമ്മുടെ പഞ്ചായത്തിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായ സമയത്ത് ഞാൻ നിഖിലേഷുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പം നിഖിലേഷ് തന്നെയാണ് അവിടെ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് തോന്നുന്നു ഒരു സ്ഥലത്ത് വെള്ളത്തിൽ കുറച്ച് എന്താ പറയുക ഇൻഫെക്ഷൻ കണ്ടിട്ട് ഡയേറിയ ഒക്കെ പിടിച്ചു. അപ്പം ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തുന്ന ഒരു ടീമിലുള്ള ആളാണ് ഡോക്ടർ നിഖിലേഷ്. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു തരം മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ. ഇപ്പം ഇത്തരം ഒരു സ്ഥലത്ത് നമ്മൾ വെള്ളത്തിൽ മൊത്തം ഒരു തരം, അതായത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള തരത്തിലുള്ള ബാക്ടീരിയാസ് കാണുന്നു. അതിനകത്ത് ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് മുഴുവൻ ഡയറിയ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ പിടിപെടുന്നു. ഇതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങളത് പബ്ലിക് ആക്കിയിട്ടില്ല, എനിക്കറിയാം നിങ്ങളത് പബ്ലിക് ആക്കിയിട്ടില്ല, നമുക്ക് പേഴ്സണലി അറിയാവുന്നത് കൊണ്ട് സംസാരിച്ച കാര്യമാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ ഇത്തരം ത്രില്ലർ എഴുതുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കറിയാം നമ്മളതൊരു മിസ്റ്റീരിയസ് വേയിൽ ചിന്തിക്കും. ഇനി അവിടെ എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്നിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാം, സാധാരണക്കാർ ചിന്തിച്ചില്ലെങ്കിൽ പോലും. അപ്പം ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നിഖിലേഷ് അതിനെ ടെക്നിക്കലി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ആസ് എ റൈറ്റർ, അതൊരു ത്രില്ലർ റൈറ്റർ, അത്തരം സിറ്റുവേഷനെ അത് എങ്ങനെയാണ് അതൊരു മിസ്റ്റീരിയസ് വേയിൽ അതിനെ കാണാറുണ്ടോ, അതോ ജസ്റ്റ് ടെക്നിക്കൽ വേയിൽ മാത്രമേ കാണാറുള്ളൂ? മാഡം പറഞ്ഞതിൽ രണ്ട് കാര്യമുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച സംഗതി, നമുക്ക് എപ്പിഡമിക് ഇന്റലിജൻസ് സർവീസ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതായത് നമ്മുടെ ആരോഗ്യവകുപ്പ് തന്നെയുള്ള നിങ്ങൾ ഈ പറയുന്ന പോലെ ഡിസീസ് CIDs എന്നുള്ള പരിപാടിയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ പബ്ലിക് ഡൊമൈനിൽ അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന ഒരു സംഗതിയല്ല. നമ്മുടെ ആരോഗ്യവകുപ്പിൽ ഇങ്ങനെ സർക്കാർ ആരോഗ്യവകുപ്പിലുള്ള ഒരാളാണ്. അപ്പോൾ നമുക്കൊരു ടീമുണ്ട്. അപ്പോൾ അതിനൊരു സ്ട്രക്ചേർഡ് ആയിട്ടൊരു ഫെലോഷിപ്പ് കോഴ്സ് ഉണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമോളജി ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു അൺയൂഷ്വൽ ഒക്കറൻസ് കണ്ടു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിൽ എല്ലാ സാധ്യതകളെ പറ്റിയും നമ്മൾ ചിന്തിക്കും. ഇപ്പോൾ ഡിസീസ് ഔട്ട് ബ്രേക്കിൻ്റെ ഒക്കെ കേസിലാണെന്നുണ്ടെങ്കിലും അപ്പം നിങ്ങൾ പലരും പല റൂമേഴ്സും അതുപോലെ പല കോൺസ്പിറസി തിയറീസും കേട്ടാണ്. ഇപ്പോൾ ഒരു വിമാനം പെട്ടെന്ന് കാണാതാവുകയാണെങ്കിൽ അതിൻ്റെ പല പല കോൺസ്പിറസി തിയറീസും ചിലപ്പോൾ പറയും. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പ്രശസ്തനായ ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ ഇപ്പോഴും പല നമ്മുടെ മുൻകാല പ്രൈം മിനിസ്റ്റേഴ്സ് പലരും മരിച്ചത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് ബേസിക്കലി സയൻസിന്റെ ഒരു ഭാഗമായി, പബ്ലിക് ഹെൽത്തിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു സംഗതി കൂടിയാണ്. നമ്മൾ വി ഷുഡ്, അതായത് ഒരു ഇവന്റ് നടക്കുകയാണ്, അതിന്റെ എല്ലാ ആസ്പെക്റ്റിനും നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രധാനമായ സംഗതി. മിസ്റ്ററിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു മിസ്റ്ററി റൈറ്റർ കൂടി എന്നുള്ള സ്ഥിതിക്ക് എനിക്ക് തോന്നുന്ന അതിന്റെ ഈ ഒരു റൈറ്റ് ആംഗിൾ ഡീവിയേഷൻ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഡീവിയേഷൻ എന്നൊക്കെ പറയുന്ന പോലെ കൂടുതൽ ഒരു അൺയൂഷ്വൽ സംഗതിയിലേക്കാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ശരിക്കും അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരിടത്ത് ഒരു പഞ്ചായത്തിൽ ഒരു 10 പേർക്ക് അതിസാരബാധ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഡിസീസ് ഔട്ട് ബ്രേക്ക് ഉണ്ടായി. അത് ശരിക്കും ചിലപ്പോൾ അവരുടെ വീട്ടിലെ കിണറിൽ ഫീക്കൽ കണ്ടാമിനേഷൻ, അവരുടെ ടോയ്ലറ്റ് വാട്ടർ കണ്ടാമിനേഷൻ ഉള്ളതുകൊണ്ടാണ്. അത് ആസ് സിമ്പിൾ ആസ് ദാറ്റ് ആയിരിക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കുക അവിടെയുള്ള എല്ലാ റീസൺസും ഈ പറഞ്ഞ പോലെ അയലത്തെ വീട്ടിലെ ചേട്ടന് ഈ പറയുന്ന വീട്ടിലെ ആൾക്കാരോട് വൈരാഗ്യമുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായി ഈ പറയുന്ന കിണറ്റിലെ വെള്ളത്തിൽ കണ്ടാമിനേഷൻ വന്നോ എന്നുള്ള കാര്യങ്ങൾ വരെ ലിറ്ററലി നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഒരു ഔട്ട് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ഔട്ട് ബ്രേക്ക് ഉണ്ട്. പോയിന്റ് സോഴ്സ് ഔട്ട് ബ്രേക്ക്, അല്ലെങ്കിൽ ഒരു പീരീഡിൽ ഫുള്ളായിട്ട് നടക്കുന്ന ഔട്ട് ബ്രേക്ക്. അപ്പൊ ഒരു പോയിന്റ് സോഴ്സ് ഔട്ട് ബ്രേക്ക് ആണെങ്കിൽ ഇപ്പൊ അയലത്തെ വീട്ടിലെ ചേട്ടൻ ഈ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനായിട്ടുള്ള ദേഷ്യം കാരണം വെള്ളത്തിൽ വിഷം കലക്കിയതോ ആണെങ്കിൽ ആ ഒരു സോഴ്സ് മാത്രമേ സത്യത്തിൽ നമുക്കുള്ളൂ. ആ സോഴ്സ് കണ്ടെയ്ൻ ചെയ്ത് കഴിഞ്ഞാൽ, ആ കിണർ വെള്ളം ശുചിയാക്കി കഴിഞ്ഞാൽ പഞ്ചായത്തിൽ മറ്റാർക്കും അസുഖം വരാൻ സാധ്യതയില്ല. അതേസമയം മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ ഈ പറയുന്ന പ്രശ്നമുണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ ഇപ്പൊ അയലത്തെ വീട്ടിലെ ചേട്ടന് ആ വീട്ടിലെ ചേട്ടനോട് മാത്രമല്ല അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയായിട്ടും അതിന്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനുമായിട്ടും ഒക്കെ ദേഷ്യമുണ്ടെങ്കിൽ അവ എല്ലാ കിണറിലും വിഷം കലക്കിയിട്ടുണ്ടെങ്കിൽ ആ സോഴ്സുകളൊക്കെ നമ്മൾ കണ്ടെയ്ൻ ചെയ്യണം. അപ്പോൾ എത്ര പേര് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, നമ്മളൊരു അൺയൂഷ്വൽ ഓക്കറൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ആസ്പെക്ട്സും നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ് ഒരു പൊതുജനാരോഗ്യ വിദഗ്ധൻ എന്നുള്ള നിലയിൽ കൂടെ എനിക്ക് പറയാനുള്ളത്. മിസ്റ്ററി റൈറ്ററുടെ ആയതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനെപ്പറ്റിയാണ് കൂടുതൽ ചിന്തിക്കുക. പക്ഷെ നമ്മൾ മാത്രമല്ല എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. നമ്മുടെ ടീമിൽ നോർമൽ ആയിട്ടുള്ള വട്ടൊന്നും ഇല്ലാത്ത സാധാരണ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് അവര് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് വളരെ ഫാർ ഫെച്ച്ഡ് ആയിട്ട്, പക്ഷെ ഇത് തിരിച്ച് സംഭവിക്കാം. ഇപ്പം അമിത് സാറിനും രജത് സാറിനും അറിയായിരിക്കും, ഇപ്പൊ മീലിയോഡോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അപ്പൊ ഈ പറയുന്ന അസുഖം സത്യത്തിൽ ഗ്രേറ്റ് മിമിക്കർ ഡിസീസ് എന്നാണ് നമ്മൾ പറയുക. അതായത് അത് ചിലപ്പോൾ TBയുടെ ലക്ഷണങ്ങൾ, അതായത് ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം, മലേറിയയുടെ ലക്ഷണങ്ങൾ കാണിക്കാം. അപ്പോൾ ഒരു വാർഡ് റൗണ്ട്സിന്റെ സമയത്ത് നമ്മുടെ ഒരു പ്രൊഫസർ ഒരു കാഷ്വൽ റിമാർക്ക് നടത്തിയതാണ്. അതായത് ഒരാഴ്ചയായിട്ടും പനി മാറാത്ത ഈ രോഗിക്ക് ഈ ക്യാൻ ബി എ കേസ് ഓഫ് മീലിയോഡോസിസ് എന്ന് അദ്ദേഹം കാഷ്വലായിട്ട് റിമാർക്ക് നടത്തി. അന്ന് പക്ഷേ കൂടെയുള്ള എല്ലാ ഡോക്ടേഴ്സും അതിനെ പരിഹസിക്കുകയാണ് ചെയ്തത്. മീലിയോഡോസിസ് ഇതൊന്നും ഇന്ത്യയിലുള്ള സാധനമല്ല,
എന്ന് പറഞ്ഞ് അവർ പരിഹസിച്ചു. പക്ഷേ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പിന്നെ അതിൻ്റെ ടെസ്റ്റിലൂടെ ചെയ്തേക്കാം, അത് നോർമൽ ബ്ലഡ് ടെസ്റ്റിൽ കാണുന്ന ഒരു സാധനമല്ല. പക്ഷേ ഫൈനലി ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി പോസിറ്റീവ്. ആ പേഷ്യൻറ്റിന് മീലിയോഡോസിസ് എന്ന് പറഞ്ഞ അസുഖമായി. അപ്പോൾ അതുകൊണ്ട് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ നമ്മളൊരു മിസ്റ്ററി റൈറ്റർ എന്നുള്ള നിലയിൽ നമുക്ക് സത്യത്തിൽ ഗുണമേ വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ പറയുക. കാരണം എല്ലാ നോർമൽ ഒക്കറൻസസ് ഒക്കെ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഒരു അൺയൂഷ്വൽ ഒക്കറൻസിന്റെ ആക്ച്വൽ റീസൺ ചിലപ്പോൾ നമ്മൾ ഒരു കുറച്ച് ടാൻജൻഷ്യലി ചിന്തിച്ചാൽ മാത്രമേ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ നിഖിലേഷിന്റെ ഒരു വാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ശരിക്കും ഈ പറയുന്ന ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ കൂടുതൽ സമീപിക്കുന്ന പോലീസുകാർ ഒക്കെ ആണെങ്കിൽ പോലും ഒരു ഈസ്തറ്റിക് സെൻസ് ഉള്ള ഒരു മിസ്റ്റീരിയസ് മൈൻഡുള്ള ഇത്തരത്തിലുള്ള ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഫ്രൂട്ട്ഫുൾ ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ഇപ്പം നിഖിലേഷ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. കാരണം ഇതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഔട്ട്ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത്തരം മിസ്റ്റീരിയസ് സാധ്യതകളും അതിനകത്തുണ്ടോ എന്നും ഒരു അന്വേഷണം ഇവർക്ക് ഓൾറെഡി മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമ്മളൊട്ടും ഭയക്കേണ്ടതില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? അപ്പോൾ നമുക്ക് നിഖിലേഷിൻ്റെ പുസ്തകത്തിൻ്റെ ഡോക്ടർ രജതിൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനമുണ്ട് ഓഡിയൻസിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പം അതിനു മുമ്പ് നമുക്ക് ഓഡിയൻസിലേക്ക് കടക്കാം. ഓഡിയൻസിന് ഇപ്പം നമുക്ക് 3 ഡോക്ടേഴ്സിനെ കിട്ടിയിരിക്കുകയാണ്. ത്രില്ലർ റൈറ്റേഴ്സാണ്, അതുപോലെ എന്താ പറയുക, നമ്മൾ ഫേസ് ചെയ്യേണ്ടുന്ന ആൾക്കാരാണ്, നമ്മുടെ രോഗം നമ്മളെ മനസ്സിലാക്കേണ്ടവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് നിർത്തിപ്പൊരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും പൊരിക്കാൻ തക്ക ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ധൈര്യമായിട്ട്. സദസ്സിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, വളരെ ചുരുങ്ങിയ വാക്കിൽ. വളരെ അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. എൻ്റെ 5ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻ്റാണ് ഡോക്ടർ അമർപോൾ. അപ്പോൾ എനിക്ക് ചോദ്യമല്ല, എനിക്ക് തോന്നിയത് ഇപ്പോൾ ഈ തെറ്റിദ്ധരിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം വായനക്കാരൻ്റെ ഒരു അല്ലെങ്കിൽ എഴുത്തുകാരനെ പ്രതിഫലിപ്പിക്കാൻ പറ്റാത്തൊരു അജ്ഞതയുടെ ഭാഗമായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം വിവരങ്ങൾ കൊടുക്കുന്ന ഒരു കാര്യം മാത്രമായിട്ട് സാഹിത്യത്തെ അല്ലെങ്കിൽ അതിനെ എടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ആ കിട്ടിയ വിവരങ്ങളെ ഒന്ന് വ്യാഖ്യാനിക്കാനും ആ വ്യാഖ്യാനിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് രൂപീകരിക്കാനും സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിങ്ങനെയാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എത്താൻ പറ്റും. ആ ഒരു ഉയർന്ന ചിന്ത വരുമ്പോഴാണ് ഈ ലാവണ്യം എന്ന് പറയുന്നത്. ഈ സർഗാത്മക തലത്തിലാണ് ഇവർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അതാണ്. ഈ സർഗാത്മക തലത്തിൽ നിന്നുകൊണ്ടുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ രചന വന്നതെന്നും ഇത് 1,00,000-1 10,00,000 ഒക്കെ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ ഭാവിയിൽ വന്നേക്കാം എന്നുള്ളൊരു മാത്രമാണെന്ന് ചിന്തിച്ചാൽ മതി എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള വിമർശനം ഒരു ക്രിറ്റിക് അല്ലെങ്കിൽ അങ്ങനത്തെ നിരൂപണങ്ങൾ ഇതിനെപ്പറ്റി ഇറങ്ങുകയാണെങ്കിൽ ഈ പ്രശ്നം കുറെ കൂടി പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് എൻ്റെ ഇതിൽ തോന്നുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നു അത്തരം നിരൂപണങ്ങൾ വരണം, എങ്കിലേ ഇത്തരം ചർച്ചകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ മാത്രമേ ഇവരുടെ ജെനുവിനിറ്റി ആൾക്കാർക്ക് മുന്നിലേക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇവർ എന്തിനാണ് ഇത്തരം ചർച്ചകൾ അല്ലെങ്കിൽ ഇത്തരം എഴുത്തുകൾ എഴുതുന്നത്, അതിൻ്റെ ഒരു ജെനുവിനിറ്റി, ഇവർ എല്ലാവരും കുറ്റവാളികളല്ല, വളരെ വളരെ ചെറിയ ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്തരം പൊള്ളത്തരങ്ങൾ ചെയ്യുന്നവർ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ മറ്റുള്ള ചോദ്യങ്ങളിലേക്ക് ഡോക്ടർ എന്നോട് ചോദിക്കാറുള്ളത്. അപ്പോൾ താങ്കളുടെ 3 ബുക്കുകളുണ്ട്. ഈ 3 ബുക്കുകളിലും ക്രൈം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു മിസ്റ്ററി എലമെന്റ് പോകുമ്പോൾ തന്നെ അതിനകത്ത് വളരെ ശക്തമായിട്ടുള്ള നല്ല ഭാഷ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതിനകത്ത് എല്ലാത്തരം വൈകാരികതയുണ്ട്. പ്രണയമാണെങ്കിലും അതിനകത്ത് വിരഹത്തിന്റെ എലമെന്റുകളുണ്ട്, ജീവിതത്തിന്റെ കുറേ സംഘർഷങ്ങളുണ്ട്. ഒരു ക്രൈം ഫിക്ഷന്റെ ജോണർ തന്നെ വായിച്ചു പോകുന്ന ഒരാൾക്ക് ഇത്തരത്തിൽ അതിനെ അത്രത്തിൽ ഭാഷാപരമായി സിംബോൾസ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ ഇത് എഴുതുന്ന രീതിയിൽ ഇതിന്റെ സമാന്തരമായി പോകുന്ന ഒരു വായന കാണുമല്ലോ. മറ്റ് ഇതിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഈ ഒരു മേഖല മാത്രം ടച്ച് ചെയ്ത് പോയാൽ ഇതൊരു ഭാഷ ക്രിയേറ്റ് ആവുന്നില്ല. അപ്പം ഡോക്ടർ ഏതന്റെ അത്തരം സമാന്തര വായനകൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ഈ ഒരു നോവൽ രൂപപ്പെടുത്തുമ്പോൾ സമാന്തര വായനകൾ എങ്ങനെയായിരിക്കും? വായനയിൽ ഈ പറഞ്ഞ പോലെ വളരെ പരന്ന രീതിയിൽ എല്ലാ ജോണറും വായിക്കും എന്നുള്ളതാണ്. നമ്മൾ വായനയ്ക്ക് പല ധർമ്മങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിലെനിക്ക് തോന്നുന്നത് എല്ലാ മനുഷ്യരും എല്ലാ ദിവസവും കുറച്ചെങ്കിലും വായിച്ചിരിക്കണം. അത് നമ്മളെ പല രീതിയിൽ നമ്മുടെ തലച്ചോറിനെ അത് പ്രചോദിപ്പിക്കുന്നുണ്ട്. നമ്മളിൽ നിന്ന് വിഘടിപ്പിച്ച് നിർത്തി വേറെ ആൾക്കാരെ കാണാൻ പ്രചോദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മെഡിക്കൽ ഫിക്ഷൻ എഴുതുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ ത്രില്ലറുകൾ മാത്രമല്ല വായിക്കുന്നത്, ബാക്കി എല്ലാ പുസ്തകങ്ങളും
പരന്ന രീതിയിൽ വായിക്കുന്നുണ്ട്. അതിൽ ഡോക്ടർ അമൽ പോൾ ഇപ്പോൾ അധ്യാപകൻ എൻ്റെ ഒരു റോള് പറഞ്ഞു, ഇവിടെ സാറ് വന്നിരിക്കുന്നു, അത് ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമാണ്. അപ്പം അതിൽ നമ്മുടെ അധ്യാപകന് തന്ന ഒരു പങ്കും ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. എനിക്ക് വേറെ പ്രത്യേകത എനിക്ക് തോന്നിയത്, ഞങ്ങൾ 3 പേരും ഡോക്ടർമാരാണ് എന്നുള്ള ഒരു കോമൺ പ്രത്യേകതയാണ്. അതിൻ്റെ കൂടെ വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഞങ്ങളുടെ 3 പേരുടെ അമ്മമാരും ടീച്ചർമാരും കൂടി ആണ്. അപ്പോൾ അതിലൂടെയാണ് ഈ മെഡിക്കൽ എല്ലാ എഴുത്തും ബാക്കി വായനയും എല്ലാം വന്നത്, ഒരു കൂട്ടായ എല്ലാ മേഖലകളുടെയും ഇതുകൊണ്ട് സമ്മേളനം കൊണ്ട് തന്നെയാണ്. ഹായ്, ഞാൻ ദക്ഷിണ. അപ്പോൾ ഇതിത്തെ രജത് സാറിൻ്റെയും നിഖിലേഷ് സാറിൻ്റെ ബുക്കും പിന്നെ ശ്രീ പാർവതി മാമിൻ്റെ ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിഖിലേഷ് സാറിൻ്റെ അഗോചരം ഞാൻ വായിക്കുന്നത് എൻ്റെ 4th 5th പഠിക്കുമ്പോഴാണ്. ഞാൻ ഇപ്പോൾ 7th. അപ്പോൾ അത് വായിച്ചതിന് ശേഷം ഏത് മെഷീൻസ് കണ്ടാലും എനിക്ക് പേടി തോന്നി തുടങ്ങി. പിന്നെ രജത് സാറിൻ്റെ ബുക്ക് വായിച്ചപ്പോൾ അതിലത്തെ ശവം കഴുത്ത് തിരിച്ച് അലറി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ലൈൻ തന്നെ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം, അന്നേ ദിവസം എനിക്ക് അമ്മേൻ്റെ അടി കിട്ടി. കാരണം അത് വായിച്ച സമയത്ത് കയ്യിൽ ഗ്ലാസ് തറയിട്ട് പൊട്ടിച്ചതിന് കട്ടിരുന്ന് ഉരുണ്ട് പിരിന്ന് വീണേന്. അപ്പോൾ അങ്ങനെ പേടിച്ച ഒരു ലൈനായിരുന്നു അത്. അപ്പോൾ എനിക്ക് നിങ്ങൾ രണ്ടാളടുത്തും ഉള്ള ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ എഴുതിയ ബുക്സ് പിന്നെ എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ ഇത് ഞാൻ തന്നെ എഴുതിയതായിരുന്നോ എന്ന് തോന്നിയിട്ടുണ്ടോ? ദക്ഷിണ ഞാൻ ഫേസ്ബുക്ക് വഴി കണ്ടിട്ടുണ്ട്, എനിക്ക് നേരിട്ട് പരിചയമില്ല, ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ചോദ്യം വളരെ പ്രസക്തമാണ്. എനിക്കത് പലതവണയും തോന്നിയിട്ടുണ്ട്, ഇത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഞാൻ തന്നെ എഴുതിയതാണോ. ഇൻഫാക്ട് അത് നമ്മളിപ്പോൾ എഴുതി, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതൊരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം ഒരു ഇനിഷ്യൽ ഡ്രാഫ്റ്റ് എഴുതിയ ശേഷം ഒരു കൂളിംഗ് ഓഫ് പീരീഡ് ഉണ്ടാവും. അതായത് നമ്മൾ ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിൽ നമ്മളത് മടക്കി വെക്കും. കാരണം നമുക്കത് ഞാൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, എനിക്കതിൻ്റെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ എഴുതുന്നതിൽ ഭാഷാപരമായിട്ടുള്ള തെറ്റുകൾ ഉണ്ടാവരുതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുപോലെ ലാംഗ്വേജ് വളരെ മോശം ഇൻ ദ സെൻസ് വളരെ ഒരു പ്ലെയിൻ ആയി പോകരുതെന്നും ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അതിനെ ഡിറ്റാച്ച്ഡ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളത് മടക്കി വയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വായിച്ചു നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ശരിക്കും ഞാൻ ഈ ചില വാക്യങ്ങൾ എനിക്ക് ആക്ച്വലി ജയപ്രകാശ് പാലൂർ എഴുത്തുകാരനുണ്ട്, സാർ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അതുപോലെ ശ്രീനിയുടെ ഒരു മാഷ് ഇവിടെ ഉണ്ട്. ഇനി ജയപ്രകാശ് പാലൂർ മാഷ് ഒരു ദിവസം എനിക്കൊരു ലാസ്റ്റ് ഇറങ്ങിയ പുസ്തകത്തിൻ്റെ ഒരു 2nd പേജിൽ വരുന്ന ഒരു 3rd 4th ലൈൻ എനിക്ക് അയച്ചു തന്നിട്ട് സാറ് പറഞ്ഞു, ഈ സെൻറ്റൻസ് നല്ല ഭംഗിയുണ്ട്. സത്യത്തിൽ ഞാൻ മറന്നുപോയായിരുന്നു അത് എഴുതിയത്. പക്ഷെ പുള്ളി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ പറഞ്ഞ എനിക്ക് തോന്നി ശരിക്കും ഞാൻ തന്നെ എഴുതാം. നമുക്കൊരു നിമിഷത്തിൽ ചിലപ്പോൾ തോന്നുന്നൊരു സെൻറ്റൻസ് ആയിരിക്കും അത്. അതുപോലെ എൻ്റെ ബുക്കിൻ്റെ ബ്ലർബിൽ വരുന്നൊരു സാധനമുണ്ട്, ഹണ്ട് ഓർ ടു ബി ഹണ്ടഡ് എന്ന് പറഞ്ഞൊരു ഒരു ക്യാച്ച് ഫ്രേസ്. ആ സാധനം സത്യത്തിൽ എഡിറ്റർ അതിൻ്റെ കവറിൽ വെക്കാം എന്ന് പറഞ്ഞ് അയച്ചു തന്നപ്പോഴാണ് അങ്ങനെ ഒരു സെൻറ്റൻസ് ഞാൻ എഴുതിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഓർക്കുന്നത്. തിരിച്ചും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എൻ്റെ ആദ്യത്തെ പുസ്തകം ശരിക്കും ഇപ്പം എനിക്ക് വായിച്ചു നോക്കാൻ പേടിയാണ്. അത് അത്യാവശ്യം വിജയിച്ച ബുക്കാണ്. അതിൽ ചില സെൻറ്റൻസുകൾ ഭാഷാപരമായിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടെന്നും ചില സംഗതികൾ ലോജിക്കലി ബ്ലണ്ടർ ആണെന്നും എനിക്കിപ്പം വായിച്ച് മനസ്സിലാവും. പക്ഷേ ഒരു ജനറൽ ഓഡിയൻസ് ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എനിക്ക് ഞാൻ തന്നെ എഴുതിയതാണോ എന്ന ഭയത്തിൽ ഞാൻ ആദ്യത്തെ പുസ്തകത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പം ഞാൻ വായിച്ചു നോക്കാറില്ല. ആ പുസ്തകം നല്ല ബുക്കൊക്കെ തന്നെയാണ്, ഞാൻ അതിൻ്റെ മോശം പറയുന്നതല്ല. പോസിറ്റീവ്ലി ഓൾസോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ നിഖിലേഷ് പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ നമ്മൾ എഴുതുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്തായാലും നമുക്ക് ഉണ്ട്. നമ്മളൊരു കാലഘട്ടത്തിൽ എഴുതിയതാണ്, പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്കാണ്. ചിലപ്പോൾ നമ്മൾ പിന്നെ അതിനോട് യോജിച്ചില്ലെന്നിരിക്കാം. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചിന്തകൾ കുറച്ച് അതിൽ നിന്ന് പിന്നെയും മാറിയിരിക്കാം. അപ്പോൾ അങ്ങനെ ചിലത് പരിഷ്കരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ എഴുതിയത് അതെന്തായാലും ആ കഥയുടെ ഭാഗമായിട്ട് അവിടെ അങ്ങനെ ഒരു പേടി വരണം എന്ന് വിചാരിച്ചെഴുതുന്നതാണ്. അപ്പോൾ പേടിച്ചെങ്കിൽ അതിൽ സന്തോഷമുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ കട്ടിലിൽ നിന്ന് വീണതിനും അമ്മയുടെ വഴക്ക് കേട്ടതിനും എല്ലാം വ്യക്തിപരമായിട്ട് സോറി ദക്ഷിണ കുട്ടിയോട് പറയുകയാണ്. ഒരൊറ്റ ചോദ്യത്തിന് കൂടി. എൻ്റെ ചോദ്യം ഡോക്ടർ അമൽ പോളിനോടാണ്. ചോദ്യം വരുന്നത് രജിത് സാറിൻ്റെ ഒരു മറുപടി നിന്നാണ്. അതായത് ഫോറൻസിക് ഫോറൻസിക് ഓഫീസറായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ മെഡിക്കൽ പഠിച്ചിട്ടുള്ള ഒരാൾ IPS കൂടെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് അത് പറഞ്ഞല്ലോ. അപ്പം ആൻജനിൻ്റെ അകത്തുള്ള മെയിൻ ക്യാരക്ടർ ബെഞ്ചമിൻ, ആ ബെഞ്ചമിൻ്റെ ഒരു 3 ആളുകളുടെ സംഘമാണ്. ഒന്ന് നമുക്ക് ഊഹിക്കാം ഡോക്ടറാണ്, രണ്ടാമത്തത് IPS പഠിച്ച് അവിടെ ചാടിപ്പോകുന്ന ഒരാളുണ്ട്, മൂന്നാമത്തെ ഒരാളും കൂടെ ഉണ്ട് ദൈവത്തിനെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രീസ്റ്റ്
ആയിട്ടുള്ള ഒരാളെ പോലെ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ രജി സാർ സൂചിപ്പിച്ചതുപോലെ എന്ത് അഡ്വാൻറ്റേജ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പിന്നെ അതിൻ്റെ അത് എത്രത്തോളം എഴുത്തുകാരനുണ്ട് എന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞാൽ നല്ലത്. Thank you. Thank you for the question. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ബെഞ്ചമിന് 3 ഷെയ്ഡ്സ് ഉണ്ട്. അത് പുസ്തകത്തിന് സംഭവിച്ചിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടാത്ത പലരും, വളരെ പ്രായമായ അമ്മച്ചിമാര്, അങ്ങനെ പലരും ആ പുസ്തകം വായിച്ചപ്പോൾ അതിൽ ഏറ്റവും ആസ്വദിച്ചു എന്ന് പറഞ്ഞത് അതിലെ ആധ്യാത്മികമായിട്ടുള്ള ഡിസ്കഷൻസ്. അപ്പം എനിക്കത് സന്തോഷം തോന്നി. ആ ഒരു കാറ്റഗറി ഓഫ് റീഡേഴ്സിന് അത് കേറ്റർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ അതാണ് അതിലെ ആധ്യാത്മിക തലത്തെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചതിനുണ്ടായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. അതിൽ എത്രത്തോളം ലേഖകൻ ഉണ്ട് എന്ന ചോദ്യം, ഞാൻ ഒരു ഈശ്വരവിശ്വാസിയായിട്ടുള്ള വ്യക്തിയാണ്. ഈശ്വരവിശ്വാസത്തെ ശാസ്ത്രവുമായി ചേർത്ത് കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ഈശ്വരവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ശാസ്ത്രത്തിലുള്ള പഠനങ്ങളിൽ നിന്നാണ്. അതായത് ശാസ്ത്രം കൂടുതൽ കൂടുതൽ പഠിക്കും തോറും ഈ ലോകം, ഈ ഭൂമി, മനുഷ്യ ശരീരത്തെ കൂടുതൽ കൂടുതൽ പഠിക്കും തോറും ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതല്ലാതെ ഒരു സ്വാഭാവിക പ്രക്രിയയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാകാൻ യാതൊരു സാധ്യതയുമില്ല എന്ന ഒരു തിരിച്ചറിവിൽ എത്തിച്ചേർന്ന ഒരാളാണ്. പലരെയും പോലെ ഞാനൊരു അഗ്നോസ്റ്റ് ആയിരുന്നിരിക്കാം പല ഘട്ടങ്ങളിലും. എവല്യൂഷനും ബിഗ് ബാങ്ങും എല്ലാം പഠിക്കുന്ന കാലത്ത് ഈശ്വരചിന്ത എന്നത് ഒരു അന്ധവിശ്വാസം ആണോ എന്നെല്ലാം ധരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഓരോ ജീവനും ഉരുത്തിരിയുന്നത് ഒരു പ്രോഗ്രാംഡ് ലാംഗ്വേജിൽ നിന്നാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കോശത്തിലുള്ള DNA നിന്നാണ്. ആ DNA എന്ന് പറയുന്നത് വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. ഇറ്റ്സ് എ മെസ്സേജ്. ഞാനതിനെ ദൈവത്തിൻ്റെ കയ്യൊപ്പായിട്ടാണ് വിശ്വസിക്കുന്നത്, ഗോഡ് സിഗ്നേച്ചർ. അതൊരു സ്വാഭാവിക പ്രക്രിയയിലൂടെ വരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ലോജിക്സിന് അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബെഞ്ചമിൻ എന്ന കഥാപാത്രത്തിൻ്റെ ആ കാഴ്ചപ്പാട്, ദ വേൾഡ് വ്യൂ, ലോകവുമായിട്ടുള്ള കാഴ്ചപ്പാട്, അത് പലതും എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നതാണ്. സ്വാഭാവികമായിട്ട് മനുഷ്യ ആത്യന്തികമായി നന്മയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് എഴുത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ക്രൈം ത്രില്ലർ ജോൺറയിൽ എഴുതുമ്പോൾ പോലും സൂചിപ്പിച്ചതുപോലെ ഹാസ്യം, സ്നേഹം എല്ലാം അതിൽ കടന്നു വരണം. അതൊരു യാത്രയാണ്, ഇതൊരു സാഹസിക യാത്രയാണ്. അതുകൊണ്ട് അതിനിടയിൽ വിനോദം പാടില്ല, സ്നേഹം പാടില്ല എന്ന ചിന്താഗതിക്ക് പ്രസക്തിയില്ല. അപ്പം അത്തരത്തിലാണ് ആൻജലിനെ അഭിമുഖീകരിച്ചത്. ഈ വേദിയിൽ ഇപ്പോൾ ഡോക്ടർ രജിതാറിന്റെ ഫ്രൈഡേ ഫോറൻസിക് ക്ലബ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങാണ്. ശ്രീ പാർവതി ഡോക്ടർ അമൽ പോളിനും ഡോക്ടർ നിഖിലേഷ് മേനനും നൽകി പുസ്തകം റിലീസ് ചെയ്യുന്നതാണ്. Please give them a huge round of applause.